ओम नमो भगवते वासुदेवाय। ओम नमो भगवते वासुदेवाय। ओम नमो भगवते वासुदेवाय। ओम अज्ञानतिमिरान्धस्य ज्ञानाञ्जनशलाकया चक्षुरुन्मिलितं येन तस्मै श्रीगुरुवे नमः। श्रीचैतन्यमनोभीष्टं स्थापितं येन भूतले स्वयं रूप कदा मह्यं ददाति सुपदान्तिकं। वन्देऽहं श्रीगुरुं श्रीयुतपथकमलं श्रीगुरुं वैष्णवांश्च श्रीरूपं साग्रजातं सगण रघुनाथान्वितं तं सजीवं साद्वैतं सावधूतं परिजनसहितं कृष्णचैतन्यदेवं श्रीराधा कृष्णपादान् सगण ललिता श्रीविशाखान्वितं ये कृष्णा करुणा सिन्धो दीनबन्धो जगत्पदे गोपेश गोपिका कान्ता राधा कान्ता नमोस्तुते। तप्त काञ्चन गौरांगी राधे वृन्दावनेश्वरी वृषभानुसुते देवी प्रणमामि हरिप्रिये। वाञ्छाकल्पतरुभ्यश्च कृपा सिन्धुभ्येव च पतितानां पावनेभ्यो वैष्णवेभ्यो नमो नमः। नमः ओं विष्णुपादाय कृष्णपृष्ठाय भूतले श्रीमते भक्तिवेदान्त स्वामिनिति नामिने नमस्ते सरस्वती देवे गौरवाणी प्रचारिणे निर्विशेष शून्यवादी पाश्चात्य देशतारिणे। जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर शिवासादि गौर भक्त वृंद। हरे कृष्ण 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 हरे 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 राम 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 हरे हरे। हरे कृष्णा हरि ओम तत्सत। हरे कृष्णा। എല്ലാവർക്കും ഇന്നത്തെ ശ്രീമദ് ഭഗവത്ഗീത ക്ലാസ്സിലേക്ക് സ്വാഗതം. എല്ലാവർക്കും എൻ്റെ വിനീതമായ പ്രണാമം. നമ്മൾ ഭഗവത്ഗീത ആസ് ഇറ്റ് ഈസ് വൈസ് ഡിവൈൻ ഗ്രേസ് AC ഭക്തിവേദാന്ത സ്വാമി ശ്രീല പ്രഭുപാദരുടെ ആ ട്രാൻസ്ലേഷനാണ് നമ്മളിവിടെ വായിക്കുന്നത്. ഓക്കെ, 3 ശ്ലോകങ്ങളും നമ്മൾ ആൾറെഡി എടുത്തു കഴിഞ്ഞു. അപ്പോൾ ബ്രീഫായിട്ട് ആ 3 ശ്ലോകങ്ങൾ നമ്മൾക്ക് പറയാം. ആദ്യത്തെ ശ്ലോകം ആരാണ് പറയുന്നത്? ധൃതരാഷ്ട്ര ഉവാച അല്ലേ? ധൃതരാഷ്ട്രൻ സഞ്ജയനോട് ചോദിക്കുന്നതാണ്, എന്താണ് എൻ്റെ മക്കളും പാണ്ഡുവിൻ്റെ മക്കളും യുദ്ധക്കളത്തിൽ ഒത്തുചേർന്നപ്പോൾ അവരെ എന്തു ചെയ്തു? ഇതാണ് ആദ്യത്തെ ശ്ലോകം. രണ്ടാമത്തെ ശ്ലോകത്തിൽ പറയുന്നത് സഞ്ജയനാണ് പറയുന്നത്. സഞ്ജയൻ പറയുന്നു, ഈ പാണ്ഡവന്മാരുടെ ആർമി ഫോർമേഷൻ കണ്ടിട്ട് ദുര്യോധനൻ തൻ്റെ ടീച്ചറുടെ അടുത്ത്, ദുര്യോധനൻ ആരുടെ അടുത്ത് പോയി? ദ്രോണാചാര്യ അടുത്ത് പോയിട്ട് ഇപ്രകാരം പറഞ്ഞു എന്നാണ് പറയുന്നത്. മൂന്നാമത്തെ ശ്ലോകം പറയുന്നത് ദുര്യോധനൻ ദ്രോണാചാര്യനോട് പറയുന്നു, നോക്കിക്കോളൂ, അതായത് പാണ്ഡവന്മാർ വളരെ എക്സ്പേർട്ട്ലി ആണ് ഈ സൈന്യത്തിനെ അണിനിരത്തിയിരുന്നത്. കാരണം അങ്ങയുടെ സ്വന്തം എക്സ്പേർട്ട് ഡിസൈപ്പിൾ ആയിട്ടുള്ള ദ്രുപദനാണ് ഇതെല്ലാം ഈ സൈന്യത്തിനെ ഫോർമേഷൻ ചെയ്തിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ഒരു കാര്യം കൂടി നമ്മൾക്ക് മനസ്സിലാക്കേണ്ടത്, ദുര്യോധൻ ഒരു ആക്ച്വലി ഇൻസ്റ്റിഗേറ്റ് ചെയ്യാണ് ചെയ്യുന്നത് ദ്രോണാചാര്യ. കാരണം വെച്ചാൽ തൻ്റെ സ്വന്തം ഡിസൈപ്പിളാണ് ഓപ്പോസിറ്റ് സൈഡിലാണ് നിൽക്കുന്നത്. അതുകൊണ്ട് ലീനിയൻസി ഒരിക്കലും കാണിക്കാൻ പാടില്ല എന്നാണ് പറയുന്നത്. അപ്പൊ അടുത്തത് 4-ാമത്തെ ശ്ലോകം മുതൽക്കാണ്. അപ്പോൾ നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ ഭഗവത്ഗീത മഹാത്മ്യത്തില് ശങ്കരാചാര്യർ പറയുന്നുണ്ട്, ഗീതാശാസ്ത്രം ഇതം പുണ്യം യ പഠേത് പ്രയതപുമാൻ വിഷ്ണുർ പാദം അവാപ്നോതി ഭയശോകാദി വർജിത. ഈ ഗീതാശാസ്ത്രം, ഈ നമ്മളുടെ ശാസ്ത്രമായിട്ടുള്ള ഗീത, ഭഗവത്ഗീത എല്ലാ ഉപനിഷത്തുകളുടെയും സാരമാണ്. ഈ പുണ്യമായിട്ടുള്ള ഗ്രന്ഥം, ശാസ്ത്രഗ്രന്ഥം നമ്മൾ വായിച്ച് പഠിച്ച് അത് പ്രകാരം ജീവിക്കുകയാണെങ്കിൽ, പുണ്യമായിട്ടുള്ള ഗ്രന്ഥം വളരെ ഓസ്പീഷ്യസ് ഹോളി ബുക്കാണ്, സേക്രഡ് ബുക്കാണ്. ഈ പഠേത് പ്രേതപുമാൻ ഇത് പഠിക്കുകയാണെങ്കിൽ വിഷ്ണുർ പാദം ആവാപ്നോതി എന്ന് പറഞ്ഞാൽ എന്താ നമുക്ക് സംഭവിക്കാം? നമുക്ക് വി അറ്റൈൻ ദ ലോട്ടസ് ഫീറ്റ് ഓഫ് സുപ്രീം പേഴ്സണാലിറ്റി ഓഫ് ഗോഡ് വിഷ്ണു. വിഷ്ണു പാദം അവാപ്നോതി ഭയ ശോകാദി വർജിത. അത് മാത്രമല്ല, ഭയം, ശോകം എന്ന് തുടങ്ങിയിട്ടുള്ള ആ ദുർഗുണങ്ങളെ എല്ലാം നമ്മൾ നശിപ്പിക്കാനും പറ്റും. നമുക്ക് ഭയം ഉണ്ടാവില്ല, ശോകമുണ്ടാവില്ല, പിന്നെ കാമക്രോധ ലോഭ മോഹ മതമാശ്ചര്യ ഈ കാര്യങ്ങളൊന്നും നമുക്കുണ്ടാവില്ല. ഭഗവത്ഗീത നമ്മൾ പഠിച്ചിട്ട് അത് ആചരിക്കുകയാണെങ്കിൽ വിഷ്ണുപാദം കിട്ടും ചെയ്യും, ഭയശോകാദി വർജിത എന്നും പറയുന്നുണ്ട്. അത്രയ്ക്കും വളരെ ഒരു പുണ്യ ഗ്രന്ഥമാണ് ഈ ഭഗവത്ഗീത. എല്ലാ ഉപനിഷത്തുകളുടെയും സാരം, എസൻസ് ആണ് ഈ ഭഗവത്ഗീതയിൽ
കൊടുത്തിരിക്കുന്നത്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ പോലെ സർവോപനിഷദോ ഗാവോ ദോഗ്ധ ഗോപാലനന്ദന പാർത്ഥോ വത്സ സുധിർഭോക്ത ദുഗ്ധം ഗീതാമൃതം മഹത്. അപ്പോ കൃഷ്ണനാണ് ഈ ഭഗവത്ഗീത നമുക്ക് തന്നിരിക്കുന്നത്. അത് എൻജോയ് ചെയ്യുന്ന അർജുനനും മറ്റുള്ള പുണ്യാത്മാക്കളായിട്ടുള്ള ഡിവോട്ടീസും. 4ാമത്തെ ശ്ലോകം ആക്ച്വലി മൂന്നാമത്തെ ശ്ലോകം മുതൽ 3, 4, 5, 6 വരെ ദുര്യോധനൻ പാണ്ഡവന്മാരുടെ സൈന്യത്തെ പറ്റിയിട്ട് വിശദീകരിക്കുകയാണ്. ഓക്കെ, അതാണ് 3, 4, 5, 6. 7, 8, 9 ദുര്യോധനൻ തന്റെ സ്വന്തം സൈന്യത്തിനെ പറ്റിയിട്ട് ഇവിടെ വിവരണം തരികയാണ്. ആരൊക്കെയാണ്, എന്താണ് അവരുടെ ഫോർമേഷൻ, എങ്ങനെയാണ്. പിന്നെ 10, 11 കമ്പാരിസൺ ചെയ്യാണ്. എന്താണ് കമ്പാരിസൺ? അതായത് പാണ്ഡവന്മാരുടെ സൈന്യവും തൻ്റെ സൈന്യം തമ്മിലൊരു കമ്പാരിസൺ, അവരുടെ സ്ട്രെങ്ത്തും തൻ്റെ സ്ട്രെങ്ത്തും എങ്ങനെയാണെന്നുള്ള കമ്പാരിസൺ. അതിനുശേഷം എന്താണ് 12ാമത്തെ ശ്ലോകത്തില് ഭീഷ്മ പിതാമഹൻ ശംഖ് ഊതിയിട്ട് ആ യുദ്ധം ആരംഭിക്കാനുള്ള ആ ഒരു സന്ദേശം കൊടുക്കുകയാണ്. യുദ്ധം ആരംഭിക്കാൻ പോവാണ്. ഓക്കെ, ഭീഷ്മ പിതാമഹൻ ശംഖ് വിളിക്കാന്ന് പറഞ്ഞാൽ അവിടെ യുദ്ധത്തിന്റെ ആരംഭമായി എന്നുണ്ട്. അപ്പൊ 4ാമത്തെ ശ്ലോകം മുതൽക്കാണ് നമുക്ക് എടുക്കേണ്ടത്. ഇപ്പൊ അത്ര സൂരാമഹേശ്വാസ ഭീമാർജുന സമായുധി യുയുധാനോ വിരാടശ്ച ദ്രുപദശ്ച മഹാരഥ. അപ്പൊ പാണ്ഡവന്മാരുടെ സൈന്യത്തെ പറ്റിയിട്ട് ഇവിടെ ദുര്യോധനൻ പറയുന്നതായിട്ട് സഞ്ജയൻ ധൃതരാഷ്ട്രോട് പറയാണ്. ഇവിടെ ദുര്യോധന ഉവാച എന്ന് പറഞ്ഞിട്ടില്ല. ദുര്യോധനൻ പറയുന്നതായിട്ട് സഞ്ജയൻ ആരോട് പറയുന്നു? ധൃതരാഷ്ട്രോട് പറയും. എന്തുകൊണ്ടാണ് ശ്രീമദ് ഭഗവത്ഗീതയില് ഈ ദുര്യോധനൻ 8-10 ശ്ലോകങ്ങൾ പറയുന്നുണ്ട്, ഈ 3ാമത്തെ ശ്ലോകം മുതൽ 11ാമത്തെ ശ്ലോകം വരെ. പക്ഷെ അവിടെ ദുര്യോധന ഉവാച്ച എന്ന് കാണില്ല. ധൃതരാഷ്ട്ര ഉവാച്ച എന്നുണ്ട്, സഞ്ജയ ഉവാച്ച ഉണ്ട്, അർജുന ഉവാച്ച, ഭഗവാൻ ഉവാച്ച. ശ്രീകൃഷ്ണൻ സംസാരിക്കുന്നെല്ലാം ഭഗവാൻ ഉവാച്ചാണെന്ന് പറയുന്നത്. ഉവാച്ച പറഞ്ഞാൽ സെറ്റ്. ഓക്കെ, ഊച്ചു പറഞ്ഞാൽ പ്ലൂറൽ ആണ്, ഉവാച്ച പറഞ്ഞാൽ സിംഗുലർ ആണ്. ഗോപിയ ഊച്ചു ശ്രീമദ് ഭാഗവതം നമുക്ക് ഗോപി ഗീതത്തിൽ പറയും. ഗോപിയ ഊച്ചു പറഞ്ഞാൽ ഒരു ഗോപിയല്ല, ഒരുപാട് ഗോപികമാർ. ഇവിടെ ദുര്യോധന ഉവാച്ച എന്നുള്ള വാക്ക് വ്യാസദേവൻ ഉപയോഗിച്ചിട്ടില്ല. എന്തായിരിക്കും ഒരു കാരണം? ധൃതരാഷ്ട്രന്റെ പേര് പറഞ്ഞിട്ടുണ്ട്, പേര് എടുത്ത് പറഞ്ഞിട്ടുണ്ട് ധൃതരാഷ്ട്ര ഉവാച്ച, പിന്നെ സഞ്ജയ ഉവാച്ച, അർജുന ഉവാച്ച, ഭഗവാൻ ഉവാച്ച, ഇതെല്ലാം കാണാം. എന്തുകൊണ്ട് ദുര്യോധനെ മാറ്റി നിർത്തി? എന്താണ് കാരണം? ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? സോറി, ആരാധ? നമസ്തേ ഗുരുജി, അഞ്ജലിയാണ്. നെഗറ്റീവ് ക്യാരക്ടർ ആയത് കാരണമാണോ? തീർച്ചയായിട്ടും. ഇങ്ങനത്തെ ഒരു ഇനോസ്പീഷ്യസ് ആയിട്ടുള്ള വ്യക്തിയുടെ പേര് ഇങ്ങനത്തെ ഒരു നല്ലൊരു പുണ്യമായിട്ടുള്ള ഗ്രന്ഥത്തിൽ വരണ്ട എന്നുള്ള ആഗ്രഹം കൊണ്ട് തന്നെയാണ് വ്യാസദേവൻ പർപ്പസ്ലി ദുര്യോധനന്റെ പേര് ഒഴിവാക്കിയത്. അല്ലെങ്കിൽ ഈ 8-10 ശ്ലോകങ്ങള് മൂന്നാമത്തെ ശ്ലോകം മുതൽക്ക് ഏകദേശം 11ാമത്തെ ശ്ലോകം വരെ പറയുന്നത് ആക്ച്വലി ദുര്യോധനാണ്. പക്ഷേ ദുര്യോധനൻ പറയുന്നു പറഞ്ഞിട്ട് സഞ്ജയൻ ധൃതരാഷ്ട്രോട് പറയാണ്. എക്സാക്ട്ലി ശരിയാണ് മാധവി. എന്താ പറഞ്ഞ? So here in this army are many heroic bowmen equal in fighting to Bhima and Arjuna, great fighters like Yudhana, Virata and Drupada. അപ്പൊ ദുര്യോധനൻ പറയുന്നു ഭീമനും അർജുനനും തുല്യമായിട്ടുള്ള ഒരുപാട് ഗ്രേറ്റ് ഫൈറ്റേഴ്സ് ഉണ്ട് അവരുടെ സൈഡിൽ, പാണ്ഡവന്മാർ. ആരൊക്കെ? ലൈക്ക് യുയുധാന, വിരാട്ട ആൻഡ് ദ്രുപദ. ദ്രുപദ ആരാണ് നമുക്കറിയാം അല്ലെ? ദ്രുപദൻ ആരുടെ മകനാണ്? ആരുടെ അച്ഛനാണ്? ദ്രൗപദിയുടെ ബ്രദറാണ്. അതെ, ദ്രൗപദിയുടെ അച്ഛൻ. സോറി, ദ്രൗപദിയുടെയും ദൃഷ്ടദ്യുമ്നയുടെയും അച്ഛൻ. ദൃഷ്ടദ്യുമ്നാണ് കമാൻഡർ ഇൻ ചീഫ് പാണ്ഡവന്മാരുടെ. വിരാട്ട ആരാണ്? വിരാട്ട രാജാവ് ആരാണ്? എന്നാണ് അദ്ദേഹത്തിന്റെ ഒരു സിഗ്നിഫിക്കൻസ് ഇവിടെ? ആരാണ് വിരാട്ട രാജാവ്? എവിടെയാണ് ഇൻകോഗ്നിറ്റോ, അജ്ഞാതവാസം, 13ാമത്തെ വർഷം എവിടെയാണ് അവർ താമസിച്ചിരുന്നത് പഞ്ചപാണ്ഡവന്മാര്? രാജധാനി
വിരാട്ട രാജ്യത്തിലായിരുന്നു. ഓക്കെ, അവിടെ ആയിരുന്നു. അതാണ് ആ രാജാവ് വിരാട്ട രാജ. സോ ഈവൻ ദോ Drishtadyumna was not a very important obstacle in the face of Duryodhana's very great power in the military art. There were many others who were causes of fear. അപ്പോൾ ദൃഷ്ടദ്യുമ്നും അത് വലിയ കാര്യമായിട്ട് ദുര്യോധനൻ കണ്ടിട്ടില്ല. പക്ഷെ അതിനും ഉപരിയായിട്ട് വേറെ ഒരുപാട് ആൾക്കാരുണ്ട്. അവരുടെ പേരാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്, യുധാന, വിരാട്ട, ദ്രുപദ എന്ന പേരുകളൊക്കെ. They are mentioned by Duryodhana as great stumbling blocks on the path of victory, because each and every one of them was as formidable as Bhima and Arjuna. ഈ പറയുന്ന ഹരേ കൃഷ്ണ എന്നെല്ലാരും എന്താ പറഞ്ഞ ക്ലിയർ അല്ല, കേൾക്കുന്നില്ല. എന്നോടാണ് പറയുന്നത്. എല്ലാവരും ഒന്ന് മ്യൂട്ട് ചെയ്യാൻ റിക്വസ്റ്റ് ചെയ്യുന്നു. ഒരു മിനിറ്റ് കേട്ടോ, ഒരു മിനിറ്റ് ഒന്ന് മ്യൂട്ട് ചെയ്യട്ടോ. ഓക്കെ. അപ്പോ ദുര്യോധന പേടി ദൃഷ്ടദ്യുമ്നല്ല, ഭീമനെയും അർജുനന്റെയും ആ തുല്യ ശക്തിയിലെ ഒരുപാട് ആൾക്കാരുണ്ട്. അവരുടെ പേരാണ് ഇവിടെ ദുര്യോധനൻ എടുത്തു പറയുന്നത്, യുയുധാന, വിരാട, ദ്രുപദ. ഇവരെല്ലാം വളരെ സ്റ്റംബ്ലിംഗ് ബ്ലോക്കാണ്. യുദ്ധത്തിനെ ജയിക്കാൻ, അതിജീവിക്കാൻ വളരെ ബുദ്ധിമുട്ടുള്ള പവർഫുൾ ബൗമൻ ആണെന്നാണ് പറയുന്നത്. ടെക്സ്റ്റ് 5. ദൃഷ്ടകേതുശ്ചേകിതാന കാശിരാജശ്ച വീര്യവാൻ പുരുജിത് കുന്തിഭോജശ്ച ശൈഭ്യശ്ച നരപുംഗവ. പറയുന്നത്, there are also great heroic powerful fighters like Drishtaketu, Chekitana, Kashiraja, Purujit, Kuntibhoja and Saibya. ഇവരുടെ നേരത്തെ പറഞ്ഞ ആ 3 യുയുധാന, പിന്നെ പറഞ്ഞത് വിരാട്ട, ദ്രുപദ എന്നു പേരല്ലാതെ ഇവരല്ലാതെ ദൃഷ്ടകേതു, ചേക്കിതാന, കാശിരാജ, പുരുജിത്, കുന്തിഭോജ, സൈബ്യ എന്നീ യോദ്ധാക്കളും അവരുടെ സൈഡിലുണ്ട്. അവരെല്ലാം വളരെ വളരെ ഹീറോയിക് പവർഫുൾ ഫൈറ്റേഴ്സ് ആണെന്ന് ദുര്യോധനൻ ആരോട് പറയുന്നു? ദ്രോണാചാര്യോട്. കാണിച്ചാൽ ദ്രോണാചാര്യാണല്ലോ മെയിൻ ആള്, കമാൻഡർ ഇൻ ചീഫ്. അപ്പൊ അദ്ദേഹത്തിന് ആദ്യം തന്നെ വിവരം കൊടുക്കാണ്. സോ യു ഹാവ് ടു ബി വെരി വെരി കെയർഫുൾ. അങ്ങനെ വളരെ നല്ല കെയർഫുൾ ആയിരിക്കണം. നമ്മൾ തോൽക്കാൻ പാടില്ല. അവരുടെ സൈഡ് വളരെ സ്ട്രോങ് ആണ്, അതുകൊണ്ട് വളരെ കെയർഫുൾ ആയിരിക്കണമെന്ന് ആദ്യം കൂട്ടിയിട്ട് ഒരു വാർണിംഗ് കൊടുക്കുകയാണ്. 6. യുധാമന്യുശ്ച വിക്രാന്ത ഉത്തമൗജശ്ച വീര്യവാൻ സൗഭദ്രോ ദ്രൗപദേയശ്ച സർവ ഏവ മഹാരഥ. There are the mighty Yudhamanyu, the very powerful Uttamauja, the son of Subhadra, and sons of Draupadi. All these warriors are great chariot fighters. അപ്പോൾ ഇവർ മാത്രമല്ല, യുധാമന്യു, ഉത്തമൗജ, സുഭദ്രയുടെ മകൻ അഭിമന്യു, സൺസ് ഓഫ് ദ്രൗപദി, അതായത് ദ്രൗപദിയുടെ മക്കളും. All these warriors are great chariot. ഇവരെന്താ സ്പെഷ്യാലിറ്റി? ഗ്രേറ്റ് ചാരിയറ്റ് ഫൈറ്റേഴ്സ്. ഇവരെല്ലാം പാണ്ഡവന്മാരുടെ സൈന്യത്തിലുണ്ട്. വളരെ വളരെ പവർഫുൾ ആയിട്ടുള്ള ഹീറോയിക് ആയിട്ടുള്ള യോദ്ധാക്കളാണ് ഇവരൊക്കെ. അതുകൊണ്ട് നമ്മുടെ സൈഡിൽ നിന്ന് യാതൊരു അനാസ്ഥയും പാടില്ല, ഒരു ലീനിയൻസിയും. കാരണം എന്താണ് ദുര്യോധന പേടി? ദ്രോണാചാര്യരുടെ വളരെ പ്രിയപ്പെട്ട ശിഷ്യന്മാരാണ് പാണ്ഡവന്മാർ, അതിൽ എസ്പെഷ്യലി അർജുനൻ. അപ്പൊ അതിന്റെ കെയർ ഓഫില് ഒരു കോംപ്രമൈസോ ഒരു ലീനിയൻസിയോ കാണിക്കാൻ പാടില്ല. അതുകൊണ്ടാണ് ഇവിടെ വീണ്ടും വീണ്ടും ആവർത്തിച്ച് പറയുന്നത്. അസ്മാകം തൂ വിശിഷ്ടായേ താൻ നിമോധ ദ്വിജോത്തമ നായക മമ സൈന്യസ്യ സംജ്ഞാർത്ഥം താൻ ബ്രവീമിതേ. But for your information, O best of the Brahmanas, let me tell you about the captains who are equally qualified to lead my military force. അപ്പോൾ ഇത്ര നേരം ഈ ശ്ലോകങ്ങളിലെല്ലാം ദുര്യോധനൻ പാണ്ഡവന്മാരുടെ സൈന്യത്തെ പറ്റിയിട്ട് അവരുടെ പ്രോവസ്, അവരുടെ ശക്തിയും അതിനെ പറ്റിയിട്ട് വിവരിച്ചു. ഇനി തൻ്റെ സൈഡിലുള്ള ആ സൈന്യത്തിന്റെ ശക്തിയാണ് ഇവിടെ പറയാൻ പോകുന്നത്. അപ്പൊ എൻ്റെ മിലിറ്ററി ഫോഴ്സിന് who are especially qualified to lead my military force. ഭവാൻ ഭീഷ്മശ്ച കർണശ്ച കൃപശ്ച സമിതിം ജയഃ അശ്വത്ഥാമപി കർണശ്ച സൗമദത്തിശ്ച തദൈവ ച. ആരൊക്കെയാണ്? ഭവാൻ, ഭീഷ്മശ്ച, കർണശ്ച. ഭവാൻ എന്ന് പറഞ്ഞാൽ ആരാണ് അഡ്രസ് ചെയ്യുന്നത്? ദ്രോണാചാര്യൻ.
Okay, you Dronacharya and Bhishma Pithaman, Karna is also brothers of Pandavas, പക്ഷെ അവർക്ക് അറിയില്ല. കൃപാചാര്യ, ഇവരെല്ലാം ഉണ്ട്. അശ്വത്ഥാമ, ആരുടെ മകനാണ് അശ്വത്ഥാമ? ദ്രോണാചാര്യരുടെ. വികർണൻ ദുര്യോധനന്റെ ബ്രദർ, ആൻഡ് ദ സൺ ഓഫ് സോമദത്ത കോൾഡ് ഭൂരിശ്രവ, ഹു ആർ ഓൾവേസ് വിക്ടോറിയസ് ഇൻ ദ ബാറ്റിൽ. അപ്പോ ഇവിടെ ദുര്യോധനൻ വളരെ ഒരു നല്ലൊരു ഡിപ്ലോമാറ്റും കൂടിയാണ്. കാരണം ദ്രോണാചാര്യനാണ് കമാൻഡർ ഇൻ ചീഫ്. അപ്പോ അഡ്രസ് ചെയ്യുന്ന സമയത്ത് ദ്രോണാചാര്യാണ് ആദ്യം പറയുന്നത്. ഇപ്പൊ നേരെ മറിച്ച് ഭീഷ്മയാണ് ഗ്രാൻഡ് ഫാദർ ആണ് അല്ലെ. അപ്പോ അദ്ദേഹത്തിനാണ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. ദ്രോണാചാര്യരുടെ കമാൻഡർ ഇൻ ചീഫ് ആണെങ്കിലും കൂടിയിട്ട്. പക്ഷേ ഭീഷ്മ പിതാമഹനെ ഇവിടെ അഡ്രസ് ചെയ്യുന്നില്ല. ആദ്യം അഡ്രസ് ചെയ്യുന്നത് ഭവാൻ എന്നാണ്. ഭവാൻ വെച്ചാൽ യു ഗുരുദേവ്. ദെൻ ഭീഷ്മ, പിന്നെയാണ് ഭീഷ്മൻ, പിന്നെയാണ് കർണ പറയുന്നത്. അപ്പോ ആ ഒരു ഹൈറാർക്കി അനുസരിച്ചിട്ട് ആക്ച്വലി ഭീഷ്മ പിതാമഹനെയാണ് പറയേണ്ടതായിരുന്നു. പക്ഷെ എന്തുകൊണ്ടാണ് ദുര്യോധനൻ വളരെ ഡിപ്ലോമാറ്റിക്കലി ഇവിടെ ദ്രോണാചാര്യനെ അഡ്രസ് ചെയ്യുന്നത്? എന്താണ് കാരണം? ആരെങ്കിലും പറയാൻ പറ്റും? ഭവാൻ ഭീഷ്മശ്ച കർണശ്ച. ഇവിടെ അതായത് ഭവാൻ യുവർ ഗുഡ് സെൽഫ് എന്നാണ് പറയുന്നത്. ഭീഷ്മ ഗ്രാൻഡ് ഫാദർ ഭീഷ്മ. ഭീഷ്മ പിതാമഹന് സെക്കൻഡ് പ്രയോറിറ്റി ഇവിടെ കൊടുത്തത്. എന്താണ് കാരണം? എൻകറേജ് ചെയ്യാനല്ല, അതല്ല കാരണം. ഭീഷ്മ പിതാമഹന് ആ പ്രായവും എക്സ്പീരിയൻസും അവരുടെ എല്ലാം കൊണ്ടും ഭീഷ്മ പിതാമഹനാണ് ഏറ്റവും മുതിർന്ന ആളും ആദരിക്കേണ്ടപ്പെടുന്ന. ഫസ്റ്റ് പ്രിഫറൻസ് ഷുഡ് ഹാവ് ബീൻ ഗിവൺ ടു ഭീഷ്മ പിതാമഹ. ബട്ട് ഹിയർ ദുര്യോധന ഈസ് അഡ്രസിംഗ് ദ്രോണാചാര്യ ഫസ്റ്റ്. സോ വാട്ട്സ് ദ റീസൺ? ഒരു രാജാവുമ്പോ എപ്പോഴും ഇനി ദ്രോണാചാര്യരുടെ കയ്യിലാണല്ലോ എന്താ പറയാ ഫൈറ്റിന്റെ ആ ഒരു ഇതൊക്കെ. അപ്പൊ കമാൻഡർ ഇൻ ചീഫ്. ഓക്കെ, അഗ്രീഡ്. കമാൻഡർ ഇൻ ചീഫ് അതല്ല അതിന്റെ കാരണം. സി, ദ്രോണാചാര്യൻ ഒരു ബ്രാഹ്മണനാണ്. അപ്പൊ നമ്മളെ ഒരു കൂട്ടത്തില്, ഈ ഗ്രൂപ്പില് നമ്മൾ ആദരിക്കേണ്ടത് വ്യക്തി ആദ്യം ബ്രാഹ്മണൻ. കാണിച്ചാൽ ബ്രഹ്മനെ അറിയുന്നവനാണ് ബ്രാഹ്മണൻ. ഭീഷ്മർ ഇവിടെ ക്ഷത്രിയനാണ്. അദ്ദേഹം മുതിർന്ന ഒരു വ്യക്തിയാണ്. ഏറ്റവും കൂടുതൽ ആദരവ് കൊടുക്കേണ്ട വ്യക്തിയാണ്. ഇവിടെ ദ്രോണാചാര്യ ബ്രാഹ്മണൻ. നമ്മൾ ആദരിക്കേണ്ടത് ആകെ നമ്മുടെ ഈ വർണ്ണാശ്രമ ധർമ്മത്തിന്റെ ഇതില് നമ്മൾ ബ്രാഹ്മണ, ക്ഷത്രിയ, വൈശ്യ, ശൂദ്ര. ബ്രാഹ്മണന്മാരാണ് ടീച്ചേഴ്സ്, അഡ്വൈസറി ക്ലാസ്. അപ്പൊ അവർക്ക് ആദ്യം ആദരവ് കൊടുത്തിട്ട് ക്ഷത്രിയന്മാർക്ക് കൊടുക്കാൻ പാടുള്ളൂ. അത് രാജാവാണെങ്കിലും കൂടിയിട്ട്. അപ്പൊ ഈവൺ ഇപ്പൊ ധൃതരാഷ്ട്ര ഇവിടെ ഫൈറ്റിങ്ങിന് വരെ വിചാരിക്കുക. അപ്പൊ ദ്രോണാചാര്യ ഉണ്ടെങ്കിൽ ആദ്യം ദ്രോണാചാര്യർക്ക് ആ ഇത് കൊടുക്കുക. ഈസ് എ ബ്രാഹ്മണൻ, ഈസ് ദ അഡ്വൈസറി ക്ലാസ്, ഈസ് ദ ഇന്റലിജന്റ് ക്ലാസ്, മറ്റേത് റൂളിംഗ് ക്ലാസ്. അപ്പോ സോ ഡിപ്ലോമാറ്റിക്കലി ദുര്യോധന ഈസ് ബിഹേവിംഗ് ഹിയർ. ഈസ് നോട്ട് എൻ ഓർഡിനറി പേഴ്സൺ. അപ്പോ അദ്ദേഹത്തിന് ഭീഷ്മ പിതാമന് അതിലൊരു വിഷമം വരില്ല. കാരണം വെച്ചാൽ ഹി ഈസ് അഡ്രസ്സിങ് ഭവാൻ, അതായത് ദ്രോണാചാര്യ ഭവാൻ അഡ്രസ് ചെയ്തു യുവർ ഗുഡ് സെൽഫ്, ബിക്കോസ് he should be given the priority because he is a brahmana. He is the advisory class, he is the teacher, and plus he is the commander in chief. അതുകൊണ്ടാണ് ദുര്യോധനൻ ദ്രോണാചാര്യനെ ആദ്യം ഇവിടെ. അതുകൊണ്ട് ഭീഷ്മ പിതാമന് യാതൊരു വിഷമം വരില്ല. എന്തുകൊണ്ട് നമ്മൾ സാധാരണ നമ്മൾ വീട്ടിലേക്ക് കുറച്ച് ആൾക്കാരെ വിളിക്കുക, അതിൽ കാരണവന്മാർ, ഏറ്റവും മൂത്ത ആളെ അല്ലെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആളെ നമ്മൾ ആദ്യം വന്ദിക്കും. ഒരു പ്രൈം മിനിസ്റ്റർ വരാണ്, അവരുടെ കൂടെ മറ്റുള്ള മിനിസ്റ്റേഴ്സും സെക്രട്ടറീസൊക്കെ വരുമ്പോൾ നമ്മൾ ആദ്യം ആരെയാണ് മാനിക്കേണ്ടത്? പ്രൈം മിനിസ്റ്ററെ. അല്ലേ? അതേപോലെ ഇവിടെ ദുര്യോധനൻ ദ്രോണാചാര്യരെ ശരിക്കും ആദ്യം സംബോധന ചെയ്തു, ആദ്യം അദ്ദേഹത്തിനെ അഡ്രസ് ചെയ്തു. ദാറ്റ്സ് ദ റൈറ്റ് വേ ഓഫ് അപ്രോച്ച് എന്നാണ് പറയുന്നത്. സോ ദ പേഴ്സണാലിറ്റീസ് ലൈക്ക് യു, ഭീഷ്മ, കർണ, കൃപ, അശ്വത്ഥാമ, വികർണ ആൻഡ് സൺ ഓഫ് സോമദത്ത. ഓക്കെ, കൃപി ആരാണ്? ദ്രോണാചാര്യന്റെ വൈഫാണ്. ഓക്കെ, കൃപാചാര്യരുടെ സിസ്റ്റർ, ട്വിൻ സിസ്റ്റർ ആണ്. അശ്വത്ഥാമ ദ്രോണാചാര്യരുടെ മകനാണ്. വികർണ ആരാണ്? ദുര്യോധനന്റെ ബ്രദറാണ്.
So Duryodhana mentions the exceptional heroes in the battle, all of whom are ever victorious. Vikarna is the brother of Duryodhana, Ashwatthama is the son of Dronacharya, and Saumadati or Bhurisrava is the son of king of Bahalikas. Karna is the half brother of Arjuna, as he was born of Kundi before her marriage with King Pandu. Kripacharya's twin sister married Dronacharya. Okay, അങ്ങനെയാണ് ഇവരുടെ റിലേഷൻ. അപ്പോൾ കുന്തിക്ക് വിവാഹത്തിന് മുമ്പ് ഉണ്ടായിട്ടുള്ള മകനാണ് ആര്? കർണൻ. അതുകൊണ്ടാണ് ഇവിടെ ഹാഫ് ബ്രദർ ഓഫ് അർജുന എന്ന് പറഞ്ഞിരിക്കുന്നത്. ടെക്സ്റ്റ് 9. എന്തെങ്കിലും ക്വസ്റ്റ്യൻസോ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നമുക്ക് ക്ലാസ്സിന് ശേഷം നമുക്ക് ചോദിക്കാം, സംസാരിക്കാം, ഡിസ്കസ് ചെയ്യാം കേട്ടോ. അന്യേ ച ബഹവഃ സൂര മദർത്തേ ത്യക്ത ജീവിതാഃ നാനാശസ്ത്ര പ്രഹരണഃ സർവേ യുദ്ധ വിശാരദാ. There are many other heroes who are prepared to lay down their lives for my sake. All of them are well equipped with different kinds of weapons and are experienced in military science. അപ്പൊ ദുര്യോധനൻ പറയുന്നത് ഒരുപാട് ഹീറോസ് ഇനിയുണ്ട്, എല്ലാവരും എനിക്ക് വേണ്ടിയിട്ട് അവരുടെ ജീവിതം ത്യജിക്കാൻ തയ്യാറായിട്ടിരിക്കുന്ന ആളാണെന്ന് പറയുന്നത്. ഓക്കെ, അത്രയും സിൻസിയറാണ്. ദുര്യോധനന് വേണ്ടിയിട്ട് തൻ്റെ ജീവിതം ത്യജിക്കാൻ അവർ തയ്യാറാണ്. എല്ലാവരുടെ കയ്യിലും പലതരത്തിലുള്ള ആയുധങ്ങളുണ്ട്. അവരെല്ലാം മിലിറ്ററി സയൻസിൽ വളരെ എക്സ്പേർട്ടുമാണ്. ഓക്കെ, നേരത്തെ നമ്മൾ വികർണന്റെ കാര്യം പറഞ്ഞു. വികർണന്റെ കാര്യം പറയുമ്പോൾ ഒരു സ്പെഷ്യൽ ഇൻസിഡന്റ് ആർക്കെങ്കിലും ഓർമ്മ വരുന്നുണ്ടോ? ദ്രൗപദിയുടെ വസ്ത്രാക്ഷേപ സമയത്ത് ആർക്കെങ്കിലും ഓർമ്മ ഉണ്ടോ? പറയാൻ പറ്റുമോ? എന്താണ് വികർണനെ പറ്റിയിട്ട് ഒരു കാര്യം ഓർമ്മ വരുന്നുണ്ടോ? വികർണൻ മാത്രമാണ് അതിനെതിരായിട്ട് ശബ്ദം ഉയർത്തിയത് അല്ലേ പ്രഭുജി? അതാണ്, വികർണൻ മാത്രമാണ് കൗരവരുടെ സൈഡിൽ നിന്ന് അതിന് ഒബ്ജക്ട് ചെയ്തത്. അത് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് ഒരേ ഒരാള്. അതുകൊണ്ടാണ് ഇവിടെ ദുര്യോധനൻ, അതൊരു ഡിപ്ലോമാറ്റിക് ഒരു ഇതാണ്. കാരണം വികർണന് കുറച്ച് ചായ്വ് അങ്ങോട്ടുണ്ട്. തൻ്റെ ബ്രദർ ആണെങ്കിലും കൂടിയിട്ട് ദ്രൗപദിയുടെ വസ്ത്രാക്ഷേപ സമയത്ത് വികർണൻ മാത്രമേ ഒബ്ജക്ട് ചെയ്തുള്ളൂ കൗരവന്മാരുടെ സൈഡിൽ നിന്ന്. അപ്പോൾ അതുകൊണ്ടാണ് വികർണന്റെ പേരെടുത്ത് പറയുന്നത്. തൻ്റെ വികർണന് ഇത് തോന്നാൻ പാടില്ല. അപ്പോൾ തൻ്റെ സൈഡിലേക്ക് അങ്ങോട്ടുള്ള ചായ്വ് മാറ്റിയിട്ട് തൻ്റെ സൈഡിലേക്ക് വിടണം. അപ്പോൾ വികർണനും ഒരു പ്രാധാന്യം അവിടെ കൊടുക്കുകയാണ് ദുര്യോധനൻ. അതൊരു വളരെ ഡിപ്ലോമാറ്റിക് വേയിലാണ് അവിടെ ദുര്യോധനൻ ഡീൽ ചെയ്യുന്നത്. So as far as the others are concerned, like Jayadratha, Kritavarma and Shalya, all are determined to lay down their lives for Duryodhana's sake. In other words, it is already concluded that all of them would die in the battle of Kurukshetra for joining the party of the sinful Duryodhana. Duryodhana was of course confident of his victory on account of the above mentioned combined strength of his friends. ഇവിടെ പറയുന്നത്, പർവ്വതത്തിൽ പ്രബോധ പറയുന്നത്, എല്ലാവരും അവരുടെ ജീവൻ പണയം വെച്ചിട്ടാണ് ഈ യുദ്ധത്തിൽ, അത് റെഡി, അവർക്ക് യാതൊരു ഇതുമില്ല. അപ്പോൾ ഇൻ അതർ വേർഡ്സ് എന്താണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്? അവരുടെ പരാജയം ഉറപ്പാണ്. പക്ഷെ ഇവിടെ ദുര്യോധനന്റെ മനസ്സെന്താ പറയുന്നത്? ഇവരുടെ ഇത്രയും കമ്പൈൻഡ് സ്ട്രെങ്ത് കൊണ്ട് നമുക്ക് തീർച്ചയായിട്ടും വിജയം പ്രാപിക്കാം എന്നുള്ള ഒരു മനോവിചാരമാണ് ആർക്കുള്ളത്? ദുര്യോധനുള്ളത്. പിന്നെ 10ാമത്തെ ശ്ലോകം, അപര്യാപ്തം തദസ്മാകം ബലം ഭീഷ്മാഭിരക്ഷിതം പര്യാപ്തം ത്വയിദം ഏതേഷാം ബലം ഭീമാഭിരക്ഷിതം. ഇവിടെ എന്താണ് പറയുന്നത്? അവർ സ്ട്രെങ്ത് ഈസ് ഇമ്മെഷറബിൾ. ആരുടെ? ദുര്യോധനൻ പറയാത് തൻ്റെ, അതായത് നമ്മളുടെ സ്ട്രെങ്ത് ഇമ്മെഷറബിൾ, അപര്യാപ്തം, മെഷർ ചെയ്യാൻ പറ്റാത്ത വിധത്തിൽ. ആൻഡ് വി ആർ പെർഫെക്റ്റ്ലി പ്രൊട്ടക്റ്റഡ് ബൈ ഗ്രാൻഡ് ഫാദർ ഭീഷ്മ. നമ്മളെ ആരെ പ്രൊട്ടക്ട് ചെയ്യുന്നത്? ഈവൻ പരശുരാമന്റെ കൂടിയും കൂടി യുദ്ധം ചെയ്താണ് ഭീഷ്മ പിതാമഹ. അപ്പൊ അദ്ദേഹത്താൽ പ്രൊട്ടക്ട് ചെയ്തിട്ടുള്ളതാണ് നമ്മളുടെ ഈ സൈന്യം. whereas the strength of the Pandavas carefully protected by Bhima is limited. പാണ്ഡവന്മാരുടെ സ്ട്രെങ്ത് വളരെ ലിമിറ്റഡ് ആണ്. കാരണം വെച്ചാൽ ഭീമനെ അല്ലെങ്കിലും ദുര്യോധന കണ്ടുകൂടാ. എപ്പോഴും അവർ തമ്മിലുള്ള ആ ഒരു ഇത് ഫൈറ്റ് എപ്പോഴും ഉണ്ടായിരിക്കും.
ബോത്ത് ആർ envious of each other. അപ്പൊ അതുകൊണ്ടാണ് ഭീമനെ ഒന്ന് കുറച്ച് തരം താഴ്ത്തി കാണിക്കുന്ന ആരെ ഇവിടെ ദുര്യോധനൻ. കെയർഫുള്ളി പ്രൊട്ടക്റ്റഡ് ബൈ ഭീമ ഇസ് ലിമിറ്റഡ്. അപ്പോ ഭീമനെ കണക്കാക്കുന്നില്ല. ആ ദേഷ്യം enviousness കാരണം ഭീമനെ കുറച്ച് താഴ്ത്തി കാണിക്കുകയാണ് ഇവിടെ ദുര്യോധനൻ ചെയ്യുന്നത്. Herein an estimation of comparative strength is made by ദുര്യോധനൻ. ഇവിടെ കമ്പാരിസൺ ആണ് കാണിക്കുന്നത്. പാണ്ഡവന്മാരുടെ സൈന്യവും നമ്മുടെ കൗരവന്മാരുടെ സൈന്യം തമ്മിലുള്ള ഒരു കമ്പാരിസൺ ആണ് ഇവിടെ ദുര്യോധനൻ തന്റെ സ്പിരിച്വൽ മാസ്റ്റർ ഗുരുവിനോടും കമാൻഡർ ഇൻ ചീഫ് ആയിട്ടുള്ള ദ്രോണാചാര്യരോട് പറഞ്ഞു കൊടുക്കുന്നത്. He thinks that the strength of his armed forces is immeasurable, being specifically protected by the most experienced general, grandfather Bhishma. On the other hand, the forces of the Pandavas are limited. മറുവശത്ത് എന്താണ്, പാണ്ഡവന്മാരുടെ ആ സൈന്യം അവരുടെ ശക്തി വളരെ ലിമിറ്റഡ് ആണ്. നമുക്ക് ഒരുപാടുണ്ട്, ഭീഷ്മ പിതാമനുണ്ട്, അങ്ങുണ്ട്, അങ്ങനെ ഒരുപാട് കർണനുണ്ട്, കൃപാചാര്യയുണ്ട്, ഒരുപാട് പവർഫുൾ വാരിയേഴ്സ് ഉണ്ട്, എക്സ്പെർട്ട് ബൗമൻ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് നമ്മളുടെ ശക്തി അവരെക്കാളും എത്രയോ മടങ്ങ് കൂടുതലാണെന്നാണ് ഇവിടെ ദുര്യോധനൻ ദ്രോണാചാര്യോട് പറയുന്നത്. സോ ഇവിടെ പറയുന്നത് on the other hand the forces of the Pandavas are limited, being protected by a less experienced general ഭീമ. അപ്പൊ അവിടെയും ഒരു കൊട്ടുകയാണ് വേറെ ദുര്യോധനൻ. ലെസ് എക്സ്പീരിയൻസ് ജനറൽ ഭീമ. ആ envious നേച്ചർ അവിടെ കാണിക്കുകയാണ് ആരെ, ദുര്യോധനൻ. ഹു ഇസ് ലൈക്ക് എ ഫിഗ്, ഒരു ഫിഗിന് സമാനമാണ് ഇൻ ദ പ്രസൻസ് ഓഫ് ഭീഷ്മ. തീർച്ചയായിട്ടും ഒരു കമ്പാരിസൺ ഇല്ല. ഭീഷ്മനെ കമ്പയർ ചെയ്യുമ്പോൾ ഭീമനൊന്നും അല്ല, അത്രയും ഒരു എക്സ്പേർട്ട് ഫൈറ്ററാണ് ഭീഷ്മ പിതാമഹ. ദുര്യോധന വാസ് ഓൾവേസ് envious of Bhima because he knew perfectly well that if he should die at all, he would only be killed by Bhima. അത് പറഞ്ഞിട്ടുണ്ട്, ഭീമന്റെ കൈ കൊണ്ട് തന്നെ ദുര്യോധനൻ മരിക്കണമെന്ന്. അത് നടക്കും. But at the same time, he was confident of his victory on account of presence of Bhishma, who was a far superior general. His conclusion that he would come out of the battle victorious was well ascertained. അപ്പൊ അദ്ദേഹത്തിന് വളരെ ഉറപ്പായിരുന്നു ഭീഷ്മ പിതാമഹരും ദ്രോണാചാര്യരും കൃപാചാര്യരും കർണനും എന്ന് വളരെ പവർഫുൾ വാരിയേഴ്സ് കൊണ്ട് തൻ്റെ പക്ഷം ജയിക്കും. ഭീമൻ ഭീഷ്മ പിതാമന്റെ മുമ്പിൽ ഒന്നുമല്ല എന്ന് അടിയുറച്ച വിശ്വാസം ഉണ്ട് എന്ന് അദ്ദേഹത്തിന് ഉറപ്പാണ്. ടെക്സ്റ്റ് 11. അയാനേഷു ച സർവേഷു യഥാഭാഗം അവസ്ഥിത ഭീഷ്മം ഏവാഭിരക്ഷന്തു ഭവന്താ സർവ ഏവ ഹി. All of you must now give full support to grandfather Bhishma as you stand at your respective strategic points of entrance into the phalanx of the army. അപ്പോ പറയുന്നത് ദുര്യോധനൻ ദ്രോണാചാര്യരും മറ്റുള്ള പ്രധാനപ്പെട്ട സൈനികരോടും സോൾജേഴ്സിനോടും എന്താണ് പറയുന്നത്? All of you must now give full support to Kanchal. He is a central figure. അദ്ദേഹത്തിന് ഒരു തരത്തിലും ഒരു അസൗകര്യമോ ഒരു ഡിസ്കംഫർട്ടോ അവിടെ അനുഭവം പാടില്ല. ഈസ് ദ മെയിൻ പേഴ്സൺ. അപ്പോൾ ശരിക്കുള്ള സ്ട്രാറ്റജിക് പോയിന്റ് നിന്ന് നിങ്ങൾക്ക് ഭീഷ്മ പിതാമന് ഫുൾ പ്രൊട്ടക്ഷൻ കൊടുക്കണം എന്ന് ദുര്യോധനൻ ദ്രോണാചാര്യരോടും മറ്റുള്ള ഇമ്പോർട്ടൻറ്റ് സൈനികരോടും പറയാണ്. So Duryodhana, after praising the prowess of Bhishma, further considered that others might think that they had been considered less important. So in his usual diplomatic way, he tried to adjust the situation in the above words. അപ്പോൾ ഒരാൾക്കും ഒരു നീരസം പാടില്ല. ഞാൻ പറയുന്ന ഒരാൾക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു, ഒരാൾക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നില്ല. അതുകൊണ്ട് ആ വളരെ ഡിപ്ലോമാറ്റിക് വേയിലാണ് ഈവൻ ആദ്യം ദ്രോണാചാര്യ പേരെടുത്തു. ഇനി ഭീഷ്മ പിതാമന് ഒരു ഇത് വരണ്ട. അതുകൊണ്ടാണ് ഭീഷ്മ പിതാമനെ ഫ്രം ഓൾ സ്ട്രാറ്റജിക് പോയിന്റ്സ് നിന്ന് പ്രൊട്ടക്ട് ചെയ്യണം, ഇമ്പോർട്ടൻസ് കൊടുക്കണം. ഈസ് ദ പവർഫുൾ ഫൈറ്റർ, ഈസ് ദ സെൻട്രൽ ഫിഗർ എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഭീഷ്മ പിതാമനെയും സോപ്പിട്ടിട്ട് അവിടെ വെക്കുകയാണ്. പക്ഷെ അവർക്കറിയാം, ഭീഷ്മ പിതാമനും ദ്രോണാചാര്യർക്കും എല്ലാം അറിയാം ഇദ്ദേഹത്തിന്റെ ഡിപ്ലോമസി. സോ അതിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യാണ് സിറ്റുവേഷൻ. ആരെ? ദുര്യോധനൻ. He emphasized that Bhishma Deva was undoubtedly the greatest hero, but he was an old man. So everyone must especially think of his protection from all sides. വളരെ പവർഫുൾ ഹീറോ ആണ്, ഗ്രേറ്റസ്റ്റ് ഹീറോ ആണ്, പവർഫുൾ ആർച്ചർ ആണ്.
ജെൻഡറാണ്, പക്ഷേ he has become old. അതുകൊണ്ട് എല്ലാ സൈഡിൽ നിന്നും പ്രൊട്ടക്ഷൻ ഭീഷ്മ പിതാമഹന് കൊടുക്കണം എന്നാണ് പറയുന്നത്. Therefore, it was important that other heroes not leave their strategic position and allow the enemy to break the phalanx. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. മറ്റുള്ള സൈനികർ, അതായത് പാണ്ഡവന്മാരുടെ സൈനികർ, അവരെ ഫാലങ്സ് ബ്രേക്ക് ചെയ്തിട്ട് ഇവരെ അറ്റാക്ക് ചെയ്യാൻ പാടില്ല. അതുകൊണ്ട് എല്ലാ സൈഡിൽ നിന്നും, എല്ലാ സ്ട്രാറ്റജിക് പോയിന്റ്സിലും ഭീഷ്മ പിതാമഹനെ പ്രൊട്ടക്ട് ചെയ്യണം എന്നാണ് ദുര്യോധനൻ പറയുന്നത്. Duryodhana clearly felt that the victory of the Kurus depended on the presence of Bhishma Deva. He was confident of the full support of Bhishma Deva and Dronacharya in the battle because he well knew that they did not even speak a word when Arjuna's wife Draupadi, in her helpless condition, had appealed to them for justice while she was being forced to appear naked in the presence of all the great generals in the assembly. അപ്പോൾ ദുര്യോധനന് വളരെ നന്നായിട്ട് അറിയാം, ഭീഷ്മ പിതാമഹനും ദ്രോണാചാര്യനും ബാക്കി എല്ലാവരും ഒരു കുറവും കൂടാതെ തൻ്റെ സൈഡിൽ നിന്ന് ഫുൾ ഫ്ലെജ് ആയിട്ട് യുദ്ധം ചെയ്യും. കാരണം ഒരു വാക്കും കൂടി അവിടെ സംസാരിച്ചില്ല. ആര്? മെയിനായിട്ട് ഭീഷ്മ പിതാമഹനും ദ്രോണാചാര്യനും. ഏത് സമയത്ത്? വസ്ത്രാക്ഷേപം നടന്ന സമയത്ത് അവർ തല കുനിച്ചിരിക്കുകയായിരുന്നു. കാരണം ചില ഒബ്ലിഗേഷൻ നമ്മുടെ വായ അടച്ചു വെക്കേണ്ടി വരും. ചില ഒബ്ലിഗേഷൻ. രണ്ടുപേരും ഒബ്ലൈജറാണ് ദുര്യോധനോട്. അതുകൊണ്ട് അവർക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് തീർച്ചയായിട്ടും ആ സമയത്തും കൂടി ഒന്നും മിണ്ടാതെ ഇരുന്ന ആൾക്കാരെ തീർച്ചയായിട്ടും ഈ സമയത്തും എനിക്ക് ഫുൾ സപ്പോർട്ട് തരും എന്ന് ദുര്യോധന അറിയാം എന്നാണ് പറയുന്നത്. Although he knew that the two generals had some sort of affection for the Pandavas, he hoped that these generals would now completely give it up, and they had done as they had done during the gambling performances. അവർക്കറിയാം, അതായത് ഭീഷ്മ പിതാമഹനും ദ്രോണാചാര്യനും ഒരു ലീനിയൻസി, അവിടേക്ക് ഒരു ചായ്വുണ്ട്. കാരണം വെച്ചാൽ പാണ്ഡവന്മാരോട് വളരെ ഇഷ്ടമാണ് രണ്ടുപേർക്കും, ഭീഷ്മ പിതാമഹനും ദ്രോണാചാര്യനും. ദ്രോണാചാര്യന്റെ ഏറ്റവും പ്രിയപ്പെട്ട ശിഷ്യനാണ് അർജുനൻ, അല്ലെ? പിന്നെ ഭീഷ്മ പിതാമഹന്റെ ഏറ്റവും പ്രിയപ്പെട്ട പേരമക്കളാണ് പാണ്ഡവന്മാര്. കാരണം വെച്ചാൽ അച്ഛനും കൂടി ഇല്ല, അപ്പൊ അവരെ പ്രൊട്ടക്ട് ചെയ്യേണ്ട ഒരു കടമയും കൂടിയുണ്ട്. അതുകൊണ്ട് വളരെ ഒരു ഫേവറബിൾ ആയിട്ടുള്ള ഒരു ഇതാണ്, ഒരു ആ ലീനിയൻസ് എന്തായാലും ഉണ്ടായിരിക്കും. അത് പക്ഷെ എങ്കിലും കൂടി ദുര്യോധന അറിയാം, ആ സമയത്ത് വസ്ത്രാക്ഷേപം സമയത്ത് ഒന്നും ചെയ്യാത്ത, ഒന്നും പറയാത്ത, ഒരു ആക്ഷൻ എടുക്കാത്ത ഇവർ രണ്ടുപേരും തീർച്ചയായിട്ടും ഈ സമയത്തും യുദ്ധസമയത്തും ആ കൂറ് തന്നോട് കാണിക്കും എന്ന് തന്നെയാണ് വളരെ അടിയുറച്ചിട്ട് വിശ്വസിക്കുന്നത്. 12 ഇനിയാണ് തസ്യ സഞ്ജനയൻ ഹർഷം കുരു വൃദ്ധാ പിതാമഹ സിംഹനാദം വിനദ്യോച്ചൈ ശംഖം ദദ്മോ പ്രതാപവാൻ. എന്താണ് പറയുന്നത്? ദെൻ ഭീഷ്മ ഇതെല്ലാം സംസാരിച്ചു കഴിഞ്ഞപ്പോൾ, ദുര്യോധനന്റെ ഈ എക്സ്പ്ലനേഷനും ഈ വിവരണങ്ങളും പറഞ്ഞു കഴിഞ്ഞപ്പോൾ, ഭീഷ്മ, the great valiant grandsire of the Kuru dynasty, the grandfather of the fighters, blew his conch shell very loudly, making a sound like the roar of a lion, giving Duryodhana joy. അപ്പൊ ഒന്നും സംസാരിക്കാൻ നിന്നില്ല. ഇമ്മീഡിയറ്റ്ലി ഇതെല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പോൾ എന്താണ് ഭീഷ്മ പിതാമഹൻ ചെയ്ത്? ഉടനെ അദ്ദേഹത്തിന്റെ ശംഖ് എടുത്തിട്ട് ശംഖുനാദം മുഴക്കി. അതിന്റെ അർത്ഥം എന്താണ്? യുദ്ധം തുടങ്ങാൻ പോവാണ്, ആരംഭിക്കാൻ പോവാണ്. എന്തിന്? നീ പറഞ്ഞതെല്ലാം ശരിയാണ്, ഞാൻ എന്നെ ശംഖ് വിളിക്കാൻ പോവാണ്. എന്താണ് അത്? അൾട്ടിമേറ്റ്ലി ഇറ്റ് ഗേവ് ജോയ് ടു ദുര്യോധനൻ. അതായത് എന്താണോ നീ ആഗ്രഹിക്കുന്നത് അതുപോലെ തന്നെ ഞങ്ങൾ പ്രവർത്തിക്കാം. പക്ഷേ വിജയം ആർക്കാണെന്നുള്ളത് വളരെ നന്നായിട്ട് ഭീഷ്മ പിതാമഹന് അറിയാം. എന്തായാലും ദുര്യോധനെ പ്രീതിപ്പെടുത്താൻ വേണ്ടിയിട്ട് ഉടനെ ശംഖുനാദം മുഴക്കിയോടെ. The grandsire of the Kuru dynasty could understand the inner meaning of the heart of his grandson Duryodhana, and out of his natural compassion for him, he tried to cheer him by blowing his conch shell very loudly, befitting his position as a lion. ഒരു സിംഹത്തിന്റെ ഗർജനം പോലെ ഭീഷ്മ പിതാമഹൻ തന്റെ ശംഖ് എടുത്തിട്ട് അവിടെ മുഴക്കി. Indirectly, by the symbolism of the conch shell, he informed his depressed grandson Duryodhana that he had no chance of victory in the battle because the Supreme Lord Krishna was on the other side. So indirectly എന്താണ് ഭീഷ്മ പിതാമഹൻ പറയാൻ ഉദ്ദേശിക്കുന്നത്? അതായത് കൃഷ്ണൻ എവിടെയാണോ, സുപ്രീം പേഴ്സണാലിറ്റി ഓഫ് ഗോഡെറ്റ്, പൂർണ്ണ പുരുഷോത്തം ഭഗവാൻ ഏത് സൈഡിലാണോ
ആ സൈഡിലെ വിജയം തീർച്ചയായിട്ടും ഉണ്ടായിരിക്കും. ഇതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് നന്നായിട്ട് അറിയാം ഭീഷ്മപിതാമഹന്. ഒരുപാട് തവണ ഉപദേശിച്ചു നോക്കിയതാണ്. എന്നിട്ടും ദുര്യോധനൻ ചെവിക്കൊള്ളുന്നുണ്ടായിരുന്നില്ല. പക്ഷെ അതൊന്നും ഇപ്പൊ പറഞ്ഞിട്ട് കാര്യമില്ല. എന്തായാലും യുദ്ധം തുടങ്ങാം. അദ്ദേഹത്തിന് നല്ല ഉറപ്പുണ്ട് ദുര്യോധനന്റെ സൈഡ് ജയിക്കില്ല. പക്ഷെ എങ്കിലും ദുര്യോധനെ പ്രീതിപ്പെടുത്താൻ വേണ്ടിയിട്ട് ഉടനെ ശംഖനാദം മുഴക്കുകയാണ് ചെയ്തത്. But still it was the duty to conduct the fight and no pains would be spared in that connection. വളരെ സിൻസിയറായിട്ട് അവർ ഫൈറ്റുകയും ചെയ്തു. അവിടെ യാതൊരു ലീനിയൻസിയും ഇവിടെ കാണിച്ചിട്ടില്ല. ആരെ? ദ്രോണാചാര്യരും ഭീഷ്മ പിതാമഹനും. ടെക്സ്റ്റ് 13. തഥാ ശംഖശ്ച ഭ്രേയശ്ച പണവാണക ഗോമുഖാം സഹസൈവാഭ്യ ഹന്യന്ത സശബ്ദസ്തു മുലോഭവത്. After that, the conch shells, drums, bugles, trumpets, and horns were all suddenly sounded, and the combined sound was tumultuous. അപ്പോ ഭീഷ്മ പിതാമഹ ശംഖ് വിളിച്ച ശേഷം പിന്നെ മറ്റുള്ളവരുടെ കോൺഷെൽസ്, ഒരുപാട് ആൾക്കാരുണ്ട്. ദ്രോണാചാര്യരുണ്ട്, പിന്നെ കൃപാചാര്യരുണ്ട്, കാരണുണ്ട്, ഒരുപാട് ആൾക്കാരുണ്ട്. അവരുടെ കോൺഷെൽസും ഡ്രംസും ബ്യൂഗിൾസും ട്രംപറ്റ്സും ഹോൺസും എല്ലാം അവരെ റെസ്പെക്റ്റീവ് ആൾക്കാര് അവര് വിളിച്ച് ആ ഒരു ടെമിൾച്ചിയസ് സൗണ്ടാണ് അവിടെ ഉണ്ടായതെന്ന് പറയുന്നു. തഥാ സ്വേതേർഹയേർ യുക്തേ മഹതി സ്യാന്തനെ സ്ഥിതൗ മാധവ പാണ്ഡവശ്ചൈവ ദിവ്യോ ശംഖോ പ്രഥദ്മതുഃ. On the other side, both Lord Krishna and Arjuna, stationed on a great chariot drawn by white horses, sounded their transcendental conches. So ഇവിടെ നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഭീഷ്മ പിതാമഹ ശംഖ് വിളിച്ചു. ഓക്കെ, ഇവിടെ മറ്റേ സൈഡില് കൃഷ്ണനും അർജുനും മറ്റുള്ളവരും വിളിക്കാൻ പോവാണ്. ഇവിടെ എന്താ പറയുന്നത്? അതായത് കൃഷ്ണനും അർജുനൻ നിൽക്കുന്നു, കൃഷ്ണൻ തേര് തെളിക്കുന്നു. സാരഥിയാണ് അർജുനന്റെ. ഓക്കെ, ആ ചാരിയറ്റിന്റെ ഹോഴ്സസ് ഏത് കളറാണ്? വൈറ്റ് കളർ അല്ലേ? വൈറ്റ് കളർ എന്തിന്റെ പ്രതീകമാണ്? മോഡ് ഓഫ് ഗുഡ്നസ്, സത്യഗുണത്തിന്റെ പ്രതീകമാണ്. ഓക്കെ, അവരും സൗണ്ടഡ് ദെയർ ട്രാൻസെൻഡന്റൽ കോൺഷ്യൻ. ഇവിടെ ഒരു അഡ്ജക്റ്റീവ് കൊടുത്തിട്ടുണ്ട് കോൺഷ്യൻസിന്, ട്രാൻസെൻഡന്റൽ. ഭീഷ്മ പിതാമഹൻ ആ ശംഖ് വിളിച്ചപ്പോ അവിടെ കൊടുത്തിട്ടില്ല. ഓക്കെ, ദിവ്യ ഇവിടെ ഇതിണ്ട്, ദിവ്യോ ശംഖോ പ്രഥദ്മതു, ദിവ്യ ശംഖമാണ്. അതായത് ഭീഷ്മ പിതാമഹൻ വിളിച്ച ശംഖ് സാധാരണ ശംഖാണ്. ഇവരുടെ ശംഖിനെ എന്താണ്? ദിവ്യമായിട്ടുള്ള വ്യത്യാസം മനസ്സിലായോ? ഒന്ന് മെറ്റീരിയൽ, സാധാരണത്തെ ഒരു ശംഖ്. ഇവിടെ ദിവ്യമായിട്ടുള്ള ട്രാൻസെൻഡന്റൽ കോൺഷ്യസ് ആണ് അർജുനന്റെയും കൃഷ്ണന്റെയും ശംഖിനെ പറ്റിയിട്ട് പറഞ്ഞിരിക്കുന്നത്. സോ ഇൻ കോൺട്രാസ്റ്റ് വിത്ത് ദ conch shell blown by Bhishmadeva, the conch shells in the hands of Krishna and Arjuna are described as transcendental. Divyamana. The sounding of the transcendental conch shells indicated that there was no hope for victory for the other side because Krishna was on the side of the Pandavas. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം, ഈ ദിവ്യമായിട്ടുള്ള ശംഖനാദം മുഴങ്ങിയതിന്റെ അർത്ഥം തന്നെ അവർക്ക് തീർച്ചയായിട്ടും അവിടെ ജയം ഉണ്ടായിരിക്കും. പാണ്ഡവന്മാർക്കാണ് ജയം, കൗരവന്മാർക്ക് പരാജയമായിരിക്കും എന്നാണ്. അതിലും ഉപരി ഭഗവാൻ, പൂർണ്ണ പുരുഷോത്തം ഭഗവാൻ ആരുടെ സൈഡിലാണ്? പാണ്ഡവന്മാരുടെ സൈഡിൽ. ജയസ്തു പാണ്ഡുപുത്രാനാം യേശാം പക്ഷേ ജനാർദ്ദന. ജയസ്തു പാണ്ഡുപുത്രാനാം, ആർക്കാണ് ജയം? പാണ്ഡുപുത്രന്മാർക്ക്. കാരണം ജനാർദ്ദനൻ ആരുടെ പക്ഷത്താണ്? പാണ്ഡവന്മാരുടെ. എന്താണ് ജനാർദ്ദനൻ എന്നുള്ള പേരിന്റെ മീനിങ് എന്താണ്? ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? ജനാർദ്ദനൻ, ജന എന്ന് പറഞ്ഞ എന്താണ്? സർവ്വലോകങ്ങളെയും സംരക്ഷിക്കുന്ന എന്നുള്ളതാണോ? മെയിൻറ്റെയിനർ ഓഫ് ഓൾ ലിവിങ് എൻറ്റിറ്റീസ്. മെയിൻറ്റെയിനർ ഓഫ് ഓൾ ലിവിങ് എൻറ്റിറ്റീസ്. അതാണ്
victory is always with persons like the sons of Pandu because Lord Krishna is associated with them. And whenever and wherever the Lord is present, the goddess of fortune is also there, because the goddess of fortune never lives alone without her husband. അപ്പൊ എവിടെ ഭഗവാൻ ഉണ്ടോ അവിടെ ലക്ഷ്മി ദേവി ഉണ്ട്, എവിടെ നാരായണൻ ഉണ്ടോ അവിടെ ലക്ഷ്മി ദേവി തന്റെ ഹൃദയത്തിൽ ചെസ്റ്റിലുണ്ടായിരിക്കും. അപ്പോ ഭഗവാൻ കൃഷ്ണൻ മാത്രമല്ല അവിടെ ലക്ഷ്മി ദേവി ഉണ്ട്, അല്ലെങ്കിൽ വിഷ്ണു മാത്രമല്ല അവിടെ ലക്ഷ്മി ദേവി ഉണ്ട്. അപ്പൊ പാണ്ഡവന്മാരുടെ സൈഡില് കൃഷ്ണനുണ്ട്, ലക്ഷ്മി ദേവി ഉണ്ട്. അതുകൂടാതെ എന്താണ്, therefore victory and fortune were awaiting Arjuna as indicated by transcendent sound produced by the conch shell of Vishnu or Lord Krishna. Besides that, the chariot on which both the friends were seated had been donated by Agni, the fire god, to Arjuna, and this indicated that this chariot was capable of conquering all sides wherever it was drawn over the three worlds. അപ്പോ അർജുനന് ഈ ചാരിയറ്റ് ആരാണ് ഡൊണേറ്റ് ചെയ്തിരിക്കുന്നത്? അഗ്നിദേവനാണ്. അഗ്നിദേവനാണ് ഈ ചാരിയറ്റ് ഡൊണേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോ അഗ്നിദേവന്റെ ആ ചാരിയറ്റിന്റെ ഒരു വിശേഷം എന്ന് പറഞ്ഞാൽ അത് ഒരിക്കലും അഗ്നിക്ക് ഇരയാവില്ല, ഒരിക്കലും കത്തില്ല. അത് അഗ്നി വിൽ പ്രൊട്ടക്ട്. സോ ദിസ് ചാരിയറ്റ് വാസ് കേപ്പബിൾ ഓഫ് കോൺകറിങ് ഓൾ സൈഡ്സ്. എല്ലാ സൈഡ്സും കോൺകർ ചെയ്യാനുള്ള കഴിവുണ്ട്. wherever it was drawn over the three worlds. അത് ഇവിടെ മാത്രമല്ല, 3 ലോകത്തും അതിനുള്ള കഴിവുണ്ട്. അപ്പൊ അങ്ങനത്തെ ഒരു സ്പെഷ്യൽ ചാരിയറ്റ് ആണ്. അപ്പൊ നമുക്കറിയാം, യുദ്ധം കഴിഞ്ഞിട്ട് ആദ്യം അർജുനോട് ഇറങ്ങാൻ പറയും കൃഷ്ണൻ ചാരിയറ്റിൽ നിന്ന്. ഓക്കെ, അപ്പൊ അർജുന് എന്താണ് എങ്ങനെ പറയുന്നത്? എന്നോട് ഇറങ്ങാൻ പറയുന്നത്. ആദ്യം കൃഷ്ണൻ ഇറങ്ങിയിട്ടല്ല ഞാൻ ഇറങ്ങേണ്ടത്, അല്ല, അർജുനോട്. പിന്നീടാണ് കൃഷ്ണ ഇറങ്ങുന്നത്. കൃഷ്ണ ഇറങ്ങി ഇവിടുന്ന് ഇത് കംപ്ലീറ്റ് പൊട്ടിത്തെറിച്ച് തീ പിടിച്ച് നശിക്കുകയാണ്. അതായത് കൃഷ്ണൻ ആദ്യം ഇറങ്ങിച്ചാൽ അർജുനൻ ജീവിക്കില്ല. അപ്പോ ആ തേരിന്റെ ശക്തി ഇത്രയും കാലം, അത്രയും അമ്യൂണിഷൻസ്, അതായത് അത്രയും വെപ്പൺസ് ആണ് അതിന്റെ മീതെ പ്രഹാരം ചെയ്തിരിക്കുന്നത്. ഓക്കെ, അതിനെല്ലാം വിത്ത്സ്റ്റാൻഡ് ചെയ്യാനുള്ള കഴിവ് എന്തുകൊണ്ടായിരുന്നു? കൃഷ്ണൻ ആ രഥത്തിൽ ഉള്ളതുകൊണ്ടായിരുന്നു. അതുകൊണ്ടാണ് ആദ്യം കൃഷ്ണൻ പറഞ്ഞ് അർജുനോട് ഇറങ്ങാൻ. അർജുന ഇറങ്ങി, കൃഷ്ണൻ ഇറങ്ങിയ ഉടനെ അത് കംപ്ലീറ്റ് തരും. അപ്പോഴാണ് അതിൻ്റെ അത് ശരിക്കുള്ളത്. അപ്പൊ കൃഷ്ണൻ കാരണമായിരുന്നു. ഈവൻ രഥം കൂടിയും ഇറ്റ് വിത്ത്സ്റ്റുഡ്. 18 ദിവസമായിട്ടുള്ള ആ യുദ്ധത്തിന്റെ എല്ലാ വെപ്പൺസും അതിന്റെ നേരായിരുന്നല്ലോ ആണ് പറയുന്നത്. അപ്പോ chariot is also specially given by Agnidev to Arjuna. Text 15. Panchajanyam Rishikesho Devadattam Dhananjaya Poundram Dhadmau Mahashankam Bhimakarma Vrakodara. Lord Krishna blew his conch shell called Panchajanya. എന്താണ്? ഭഗവാൻ കൃഷ്ണന്റെ conch shell, ശംഖിന്റെ പേരാണ് പാഞ്ചജന്യ. Arjun blew his Devadatta, and Bhima, the voracious eater and performer of Herculean task, blew his terrific conch shell called Poundra. ഇവരുടെ ഓരോ ശംഖിന്റെയും പേര് എടുത്തു പറയുന്നുണ്ട്. കൗരന്മാരുടെ ഈവൻ ഭീഷ്മ പിതാമഹന്റെ conch shellന്റെ പേര് കൂടി പറഞ്ഞില്ല. ഇതൊക്കെ ദിവ്യമായിട്ടുള്ള ശംഖാണ്, ട്രാൻസെൻഡന്റൽ. അപ്പോ പാഞ്ചജന്യ ഭഗവാന്റെയും അർജുനന്റെ ദേവദത്ത, ഭീമന്റെ എന്താണ് പൗണ്ട്ര, ഈ പേരുകളാണ്. Okay, so Lord Krishna is referred to as Rishikesha in this verse because he is the owner of all senses. Rishikesha എന്ന് പറഞ്ഞാൽ he is the master of all senses. Okay, ഋഷികേശ സേവനം ഭക്തി രുച്യതേ എന്നാണ് പറയുന്നത്. ഋഷികേശ സേവനം ഭക്തി. എന്താണ് ഉത്തമ ഭക്തി? നമ്മളുടെ അതായത് സെൻസസ്, ഋഷികേന നമ്മളുടെ സെൻസസ്, നമ്മളുടെ ഇന്ദ്രിയങ്ങൾ കൊണ്ട് ഋഷികേശനെ സേവിക്കണം. ആരാണ് ഋഷികേശൻ? മാസ്റ്റർ ഓഫ് ദ സെൻസസ്. ആരാ മാസ്റ്റർ ഓഫ് ദ സെൻസസ്? ഭഗവാൻ കൃഷ്ണൻ. അപ്പൊ നമ്മളുടെ ദൗത്യം, നമ്മളുടെ കടമ എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഇന്ദ്രിയ തൃപ്തിക്ക് വേണ്ടി ഉപയോഗിക്കാതെ ഭഗവാന്റെ ഇന്ദ്രിയ തൃപ്തിക്ക് വേണ്ടി ഉപയോഗിക്കണം എന്ന് പറയുന്നത്. അങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ ഇന്ദ്രിയ തൃപ്തിയും കിട്ടും, ഭഗവാൻ പ്രീതിപ്പെടുകയും ചെയ്യും. അപ്പൊ ഋഷികേശ സേവനം ഭക്തി. ഉത്തമ ഭക്തി എന്ന് പറഞ്ഞാൽ തന്റെ ഇന്ദ്രിയത്തെ ഭഗവാന്റെ ഇന്ദ്രിയ സേവനത്തിൽ ഉപയോഗിക്കുക, നിയുക്തമാക്കുക. അതാണ്.
So the living entities are part and parcel of him, and therefore the senses of the living entities are also part and parcel of his senses. അപ്പൊ ഏത് ശ്ലോകമാണ് ഭഗവത്ഗീതയിലെ, അതായത് നമ്മളെല്ലാം ഭഗവാന്റെ പാർട്ട് ആൻഡ് പാർസൽ ആണെന്നുള്ള ആ ശ്ലോകം ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? മമൈവാംശോ ജീവലോകേ ജീവഭൂത സനാതന മനഃഷ്ഠാനീന്ദ്രിയാണി പ്രകൃതിസ്ഥാനി കർഷതി. ഹരിബോൾ. അതെ, 15th ചാപ്റ്ററിൽ മമൈവാംശോ ജീവലോകേ ജീവഭൂത സനാതന മനഃഷ്ഠാനീന്ദ്രിയാണി പ്രകൃതിസ്ഥാനി കർഷതി. മമൈവാംശോ ജീവലോകെ, ഈ ലോകത്തിലുള്ള എല്ലാ ജീവജാലങ്ങളും എന്റെ അംശങ്ങളാണെന്ന്. മൈ പാർട്ട് ആൻഡ് പാർസൽ. അതാണ് പറയുന്നത്, ദ ലിവിങ് എൻറ്റിറ്റീസ് ആർ പാർട്ട് ആൻഡ് പാർസൽ ഓഫ് ഹിം ആൻഡ് ദെയർഫോർ ദ സെൻസ്. അതുകൊണ്ട് അവരുടെ എല്ലാം ഇന്ദ്രിയങ്ങളും ഭഗവാന്റെ പാർട്ട് ആൻഡ് പാർസൽ ആണ്. അപ്പൊ പാർട്ട് ആൻഡ് പാർസൽ ആണെങ്കിൽ നമ്മളുടെ എന്താണ് കടമ? ദ ഹോൾ, ദ സുപ്രീം ഹോളിനെ സേവിക്കുക എന്നുള്ളതാണ് അല്ലെ. അപ്പൊ എന്റെ കയ്യെ ആരെ സേവിക്കണം? ദ ഹോൾ ബോഡിയെ സേവിക്കണം. കൺസിഡർ മൈ ഹാൻഡ്സ് ആർ part and parcel of myself. My hands, legs, and all other parts of the body are part and parcel of the whole body, complete unit. Okay. അപ്പോൾ അത് എൻ്റെ ശരീരത്തിനെ, എൻ്റെ ബോഡിയെ, എൻ്റെ ഹോൾ യൂണിറ്റിനെ സേവിക്കണം. അതേപോലെ being the part and parcel of the supreme Lord should serve the supreme master. നമ്മൾ പാർട്ട് ആൻഡ് പാർസൽ ആണ്. അപ്പൊ അതാണ് ഇവിടെ മനസ്സിലാക്കേണ്ടത്. So the impersonalists cannot account for the senses of the living entities, and therefore they are always anxious to describe all living entities as senseless or impersonal. മായാവാദ ഫിലോസഫി ഫോളോ ചെയ്യുന്ന ആൾക്കാർക്ക് അവർക്ക് സെൻസസ്, ഇന്ദ്രിയങ്ങള്, അവരെ എല്ലാം ഒരു ഇംപേഴ്സണൽ വേ, ഒരു പേഴ്സൺ അല്ല, ഒരു വ്യക്തിയല്ല, ഒരു ശക്തി എന്ന നിലയിലാണ് അവർ കാണുന്നത്. ഭഗവാൻ വ്യക്തിയാണോ ശക്തിയാണോ? പലപ്പോഴും ഒരു കൺഫ്യൂസ് ആവുന്ന ഒരു ചോദ്യമാണ്. പല ആൾക്കാരും പലതും പറയും. പക്ഷേ ആസ് പെർ ഭഗവത്ഗീത, ആസ് പെർ സ്ക്രിപ്റ്റേഴ്സ്, ഭഗവാൻ ശക്തിയാണോ വ്യക്തിയാണോ? വ്യക്തിയാണ്. ശക്തി, വ്യക്തി. എന്താണ് എല്ലാവരുടെയും അഭിപ്രായം? പേഴ്സൺ. പുതിയ ഡിവോട്ടീസ്, ഇന്ന് ക്ലാസ്സിൽ ആദ്യമായിട്ട് വന്ന ഡിവോട്ടീസിന്റെ അഭിപ്രായം എന്താണ്? എനിക്ക് രണ്ടുമാണെന്നാണ് തോന്നുന്നത്. വ്യക്തിയുമാണ്, വ്യക്തിയിൽ ശക്തിയുമുണ്ട്. വെരി ഗുഡ്, അതും ശരിയാണ്. പക്ഷേ ഒറിജിനലി എന്താണ്? ശക്തിയാണോ വ്യക്തിയാണോ? രണ്ടുണ്ട്. മാതാജി പറഞ്ഞത് ശരിയാണ്, ശക്തിയുണ്ട്, ശക്തിയുമാണ്, വ്യക്തിയുമാണ്. ബട്ട് ഒറിജിനലി വാട്ട് ഈസ് ഹി? ഹൂ ഈസ് ഹി? ശക്തിമാൻ എന്നല്ലേ വരിക? ശക്തിയിൽ നിന്നും ശക്തിമാൻ വരുമോ, അതോ ശക്തിമാൻ നിന്ന് ശക്തി വരുമോ? ശക്തിയിൽ നിന്നും ശക്തിമാൻ. അതെങ്ങനെ? ശക്തിമാനിൽ നിന്നും ശക്തി വരും. ശരിയാണ്. ഓക്കെ, ശക്തിമാനിൽ ശക്തി വരും. അപ്പൊ ഒറിജിനലി ശക്തിമാനാണ്. അപ്പോ ഹീസ് എ പേഴ്സൺ, ഫ്രം ഹിം കംസ് ദ ശക്തി. ഓക്കെ, ഫോർ എക്സാമ്പിൾ, ഇപ്പൊ ലൈറ്റ്, നമുക്ക് ബൾബ് ഇട്ടാൽ ലൈറ്റ് എഴുതുന്നുണ്ട്. അതിന്റെ സോഴ്സ് എന്താണ്? പവർ ഹൗസ്. ഫോർ എക്സാമ്പിൾ, നമുക്ക് ഒരു എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ പവർ ഹൗസ്, ദാറ്റ്സ് എ സോഴ്സ്. ഓക്കെ, അപ്പൊ അത് potency is the light. So potent should be a person. അതേപോലെ ഇവിടെ ഭഗവാൻ ശക്തിമാനാണ്, ഈസ് എ പേഴ്സൺ. ഫ്രം പേഴ്സൺ കംസ് ശക്തി. ഫോർ എക്സാമ്പിൾ, ഒരു ആർക്കിടെക്ട് ഒരു ബിൽഡിംഗ് ഉണ്ടാക്കുകയാണ്. ബിൽഡിംഗ് ഈസ് ദ ശക്തി ഓഫ് ദ ആർക്കിടെക്ട്. ഓക്കെ, ദ എനർജി ഓഫ് ദ ആർക്കിടെക്ട്. അപ്പൊ ആർക്കിടെക്ട് ഈസ് എ പേഴ്സൺ, ഹി ഈസ് കൺസ്ട്രക്ടിങ് ദ ബിൽഡിംഗ്. അപ്പോ അദ്ദേഹത്തിന്റെ ശക്തിയാണ് ബിൽഡിങ്ങിൽ പ്രതിഫലിക്കുന്നത്. അതേപോലെ പൊട്ടൻ ആൻഡ് പൊട്ടൻസി. ഓക്കെ, എനർജറ്റിക് ആൻഡ് എനർജി. എനർജറ്റിക് ഈസ് എ പേഴ്സൺ, എനർജി ഈസ് ദ ബൈ പ്രൊഡക്റ്റ് ഓഫ് ദാറ്റ്. അപ്പോ നമ്മൾ പറയുമ്പോൾ ഭഗവാൻ ഒരു വ്യക്തിയാണ്, ഒരു പേഴ്സൺ ആണ്. പക്ഷേ അദ്ദേഹത്തിന് ആ വ്യക്തിക്ക് ഒരു ശക്തി എന്നുള്ള ഒരു ആസ്പെക്ട് കൂടിയുണ്ട്. ശക്തിമാൻ, ശക്തി ഈസ് സെക്കൻഡറി, ബൈ പ്രൊഡക്റ്റ് ഓഫ് ദ പേഴ്സൺ ശക്തിമാൻ. അപ്പൊ അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത് ഇംപേഴ്സണൽ കനോട്ട് അക്കൗണ്ട് ഫോർ ദ സെൻസസ് ഓഫ് ദ ലിവിങ് എനർജീസ്. അപ്പോൾ ഇംപേഴ്സൺ, മായാവാദ ഫിലോസഫി വിശ്വസിക്കുന്ന ആൾക്കാരെ വിചാരിക്കും അവർ ഒരു ശക്തിയാണ് പ്രൈമറി, ആ ശക്തിയിൽ നിന്നാണ് ശക്തിമാൻ വരുന്നുള്ള. അപ്പൊ നേരത്തെ അഞ്ജലി മാതാജി പറയുന്ന പോലെ അങ്ങനത്തെ ഒരു
പക്ഷെ അത് തെറ്റാണ്. ഈവൻ ഭഗവത്ഗീതയിൽ ഉടനീളം ഭഗവാൻ അത് വളരെ ക്ലാരിഫൈ ചെയ്യുന്നുണ്ട്. മയ അധ്യക്ഷേന പ്രകൃതി സൂയതേസ ചരാചരം ഹേതു നാനേന കൗന്ദേയ ജഗത് വിപരിവർത്തത എന്നാണ് പറയുന്നത്. വളരെ ക്ലാരിറ്റിയോട് പറയുന്നത്. മയ അധ്യക്ഷേന പ്രകൃതി, എന്റെ അധ്യക്ഷതയിലാണ് പ്രകൃതി ചലിക്കുന്നതും പ്രകൃതി ഫങ്ഷൻ ചെയ്യുന്നതും. ഈ പ്രകൃതി പറഞ്ഞാൽ ശക്തിയാണ്. പ്രകൃതി ഭഗവാന്റെ തന്നെ ഒരു എക്സ്റ്റേണൽ എനർജിയാണ്, അതാണ് ശക്തി. അപ്പൊ ആരുടെ അധ്യക്ഷതയിലാണ് ഈ പ്രകൃതി വർക്ക് ചെയ്യുന്നത്? മയ അധ്യക്ഷന. ആരാണ് പറയുന്നത്? കൃഷ്ണൻ. അപ്പൊ എന്റെ അധ്യക്ഷതയിൽ വർക്ക് ചെയ്യുന്ന പ്രകൃതിയുടെ അധീനത്തിൽ ഞാൻ എങ്ങനെ വരാം? ഇപ്പൊ ഒരു റോബോട്ടിനെ ഒരു സയന്റിസ്റ്റ് ഉണ്ടാക്കി. ഈ റോബോട്ട് ആരുടെ അധീനത്തിൽ വരണം? സയന്റിസ്റ്റിന്റെ അല്ലേ? ഈസ് എ ക്രിയേറ്റർ. റോബോട്ട് ഈസ് ക്രിയേറ്റഡ് അല്ലേ? അപ്പോ ക്രിയേറ്റഡ് കംസ് അണ്ടർ ദ ക്രിയേറ്റർ. പ്രോഗ്രാം എന്താ ചെയ്യുന്നത്? എങ്ങനെ വേണമെങ്കിൽ പ്രോഗ്രാം ചെയ്യാം. അതിനെ നശിപ്പിക്കാനുള്ള പ്രോഗ്രാം ചെയ്യാം. ഒരു വർഷം കഴിഞ്ഞാൽ അതിനെ ഓട്ടോമാറ്റിക്കലി നശിപ്പിക്കാനുള്ള പ്രോഗ്രാം സയന്റിസ്റ്റിന് ചെയ്യാൻ പറ്റും. ഈ റോബോട്ടിന് തിങ്കിങ്, വില്ലിങ്, ഫീലിംഗ് ഇല്ല. റോബോട്ടിനെ ഓട്ടോമാറ്റിക് തന്നെ ഒരുപാട് റോബോട്ട്സിനെ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റില്ല. പറ്റുമോ? സയന്റിസ്റ്റിന് പറ്റും. സയന്റിസ്റ്റിനോ ഒരു ടെക്നോളജിസ്റ്റിനോ ഒരുപാട് റോബോട്ട്സിനെ ഉണ്ടാക്കാൻ പറ്റും. പക്ഷെ ഒരു റോബോട്ട് ഉണ്ടാക്കി ആ റോബോട്ടിനോട് പറയുക യു മേക്ക് അനദർ സോ മെനി റോബോട്ട്സ്, ഉണ്ടാക്കാൻ പറ്റുമോ? പറ്റില്ല. സോ എ കോൺഷ്യസ് ബീയിങ് ഷുഡ് ബി ദർ, എ സെന്റിയന്റ് ബീയിങ് ഷുഡ് ബി ദർ. റോബോട്ട് ഒരു യന്ത്ര മനുഷ്യനാണ്. അതിന് തിങ്കിങ്, വില്ലിങ്, ഫീലിംഗ് ഈ 3 ആസ്പെക്ട് ഇല്ല. അതൊരു കോൺഷ്യസ് സെന്റിയന്റ് ബീയിങ്ങിന് മാത്രമേ ഉള്ളൂ, വില്ലിങ്, തിങ്കിങ് ആൻഡ് ഫീലിംഗ്. അപ്പോ ഭഗവാൻ ഇവിടെ ഭഗവത്ഗീതയിൽ പറയുന്ന മയ അധ്യക്ഷേന പ്രകൃതി, എന്റെ അധ്യക്ഷതയിലാണ് പ്രകൃതി. പ്രകൃതി പറഞ്ഞാൽ മെറ്റീരിയൽ എനർജി, എക്സ്റ്റേണൽ എനർജി ഭഗവാന്റെ തന്നെ എനർജിയാണ്. അതുകൊണ്ട് ഭഗവാൻ, ദ പേഴ്സൺ ഈസ് ദ സോഴ്സ്, ശക്തി ഈസ് ഹിസ് എനർജി ദാറ്റ് ഈസ് എമിനേറ്റിംഗ് ഫ്രം. വേറൊരു ശ്ലോകത്തിൽ പറയുന്നു മതഃ പരതരം ന അന്യത് കിഞ്ചിത് അസ്തി ധനഞ്ജയ മയി സർവം ഇതം പ്രോതം സൂത്രേ മണിഗണായവ. മത പരതരം, ഞാനല്ലാണ്ട് വേറൊരു സത്യമില്ല എന്ന് പറയുന്നു. ആരാണ് പറയുന്നത്? ഭഗവാൻ കൃഷ്ണനാണ് പറയുന്നത്. അദ്ദേഹം എന്റെ ശക്തി അല്ലാണ്ടെന്നല്ല പറയുന്നത്, ഞാനല്ലാതെ വേറൊരു സത്യമില്ല. മത പരതരം ന അന്യത്. എല്ലാ ഈ കാണുന്നതെല്ലാം ഒരു മുത്തുമാലയില് എങ്ങനെ മുത്തുകളെ കോർത്തിണക്കിയിട്ട് നമ്മളൊരു നെക്ലസ് ഉണ്ടാക്കുന്നു, അതേപോലെ ഈ പ്രപഞ്ചത്തിൽ കാണുന്നതെല്ലാം റെസ്റ്റിംഗ് അപ്പോൺ മീ. അപ്പൊ ആ അണ്ടർലൈങ് ഫാക്ടർ, ദ ത്രെഡ് വി കനോട്ട് സി. ഭഗവാനല്ലേ നമ്മൾ കാണുന്നില്ല. നമ്മൾ നെക്ലസിലെ ഒരു മുത്തുമാലയിലെ മുത്തു മാത്രമേ കാണുന്നുള്ളൂ. അതിന്റെ ഉള്ളിൽ കൂടെ പോകുന്ന ത്രെഡിനെ നമ്മൾ കാണുന്നുണ്ടോ? ആ ത്രെഡിനെ ആശ്രയിച്ചാണ് ഈ മുത്തുകളെല്ലാം കോർക്കിയിട്ട് ഒരു മാലയായിട്ട് അവിടെ നിൽക്കുന്നത്. അപ്പൊ അതേപോലെ ഭഗവാനെ ആശ്രയിച്ചിട്ടാണ് ഈ പ്രപഞ്ചത്തിലെല്ലാം ആശ്രയിച്ചിരിക്കുന്നത്. സോ ഈസ് ദാറ്റ് ത്രെഡ് ദാറ്റ് ഗോസ് ത്രൂ ദ മാല. അതാണ് പറയുന്നത് ഭഗവാൻ മത പരം ന അന്യത്. അപ്പൊ എല്ലാ ശ്ലോകങ്ങളും ഡയറക്റ്റ് ചെയ്യുന്നത് ദാറ്റ് ഈസ് എ പേഴ്സൺ, ഹി ഈസ് എ പൊട്ടന്റ് ആൻഡ് ഹിസ് എനർജി ഈസ് എ പൊട്ടൻസി. ഇൻ അതർ വേർഡ്സ് ഈസ് എ വ്യക്തി, ഈസ് എ സുപ്രീം പേഴ്സൺ. നമ്മളെല്ലാം പേഴ്സൺ ആണ്, നമ്മൾ പേഴ്സൺ ആണ് അല്ലേ? ഇപ്പൊ ഭഗവാൻ ഒരു പേഴ്സണാലിറ്റി ഇല്ല എന്ന് പറയുന്നത് ഭഗവാനെ ഒരു അയോഗ്യനാക്കല്ലേ നമ്മൾ ചെയ്യുന്നത്. സോ ഹി ബിക്കംസ് ഇൻകംപ്ലീറ്റ്. നമുക്കൊരു ഫോം ഉണ്ട്, ഭഗവാൻ ഫോം ഇല്ല എന്ന് പറഞ്ഞാൽ സോ ഹീസ് ഇൻകംപ്ലീറ്റ്. സോ നമ്മൾ സുപ്പീരിയർ ആയി. അപ്പം അതാണ് ഇവിടെ പറയുന്നത്. The Lord situated in the hearts of all living entities directs their senses. അപ്പോൾ ഭഗവാൻ നമ്മുടെ ഹൃദയത്തിൽ പരമാത്മാവായിട്ട് വസിക്കുന്നുണ്ട്. നമ്മളുടെ എസ്പെഷ്യലി ഒരു ഡിവോട്ടീയുടെ സെൻസസിനെ ഡയറക്റ്റ് ചെയ്യുന്നത് ഭഗവാനാണ്. ഡിവോട്ടീഡ് കേട്ടോ. But he directs in terms of the surrender of the living entity, and in the case of a pure devotee, he directly controls the senses. എന്താണ് വ്യത്യാസം? ഒരു ഡിവോട്ടി ആണെങ്കിൽ അദ്ദേഹം ഡയറക്ട്ലി കൺട്രോൾ ചെയ്യും. എങ്ങനെ അർജുനനെ ഭഗവാൻ നയിക്കുന്നുവോ അതേപോലെ. കാരണം ഹീസ് എ ഡ്രൈവർ, അദ്ദേഹമാണ് നാവിഗേറ്റ് ചെയ്യുന്നത് അല്ലേ? അതേപോലെ പരമാത്മാവിന്റെ രൂപത്തിൽ നമ്മളുടെ ശരീരത്തിൽ, നമ്മുടെ ഹൃദയത്തിൽ ഇരുന്നിട്ട് ഭഗവാൻ നമ്മളെ നയിക്കും. നമ്മളെ എങ്ങനെ നയിക്കും? ടു ദ എക്സ്റ്റെന്റ് ദാറ്റ് വി ഹാവ് സറണ്ടേർഡ് ടു ഹിം. ഏതാമാം പ്രപദ്യന്തേ താം സദൈവ ഭജാമ്യം എന്ന് പറയുന്നത്. ടു ദ എക്സ്റ്റെന്റ് ദാറ്റ് വി ഹാവ് സറണ്ടേർഡ്, ടു ദാറ്റ് എക്സ്റ്റെന്റ് ഹി വിൽ റെസിപ്രോക്കേറ്റ് ടു അസ്.
പറയുന്നത് in the case of a pure devotee, he directly controls the senses. മറ്റൊരെന്താ പറയുന്നത്, he directs in terms of the surrender of the ലിംഗം. എത്രത്തോളം നമ്മൾ സറണ്ടർ ചെയ്തിട്ടുണ്ടോ അത്രത്തോളം നമ്മളെ ഗൈഡ് ചെയ്യും. നമ്മൾ 10% ആണ് സറണ്ടർ ചെയ്യുക, 10% റെസിപ്രോക്കേഷൻ ആ സൈഡിൽ നിന്ന് വരുള്ളൂ. നേരെ മറിച്ച് പൂർണ്ണമായിട്ടും ശരണം പ്രാപിച്ചിട്ടുള്ള ഒരു ഡിവോട്ടി എങ്ങനെ അർജുനനെ പൂർണ്ണമായിട്ടും അദ്ദേഹം നയിക്കുന്നു, അതേപോലെ ടോട്ടൽ ഹീൽ ടേക്ക് ദ കൺട്രോൾ ഓഫ് ദ Ratha or of the cart. So here on the battlefield of Kurukshetra, the Lord directly controls the transcendental sense of Arjuna. And thus his particular name of Rishikesha. അപ്പോൾ ഈ യുദ്ധകളത്തില് അർജുനന്റെ തേരാളിയായിട്ടുള്ള ശ്രീകൃഷ്ണ ഭഗവാൻ, പൂർണ്ണ പുരുഷോത്തം ഭഗവാൻ, കംപ്ലീറ്റ് സെൻസസിനെ, അർജുനന്റെ സെൻസസിനെ നിയന്ത്രിക്കുന്നത് ഭഗവാനാണെന്ന് പറയുന്നു. അതുകൊണ്ടാണ് ഋഷികേശ, master of the senses. The Lord has different names according to his different activities. ഭഗവാന് പല പല പേരുകളുണ്ട്. ഓരോ ലീലകളുടെ ആസ്പദമാക്കിയിട്ട് ആ ലീലകളെ കണക്ട് ചെയ്തിട്ട് പല പല പേരുകളും ഭഗവാന് കൊടുത്തിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ, ഹിസ് നെയിം ഇസ് മധുസൂദന ബിക്കോസ് ഹി കിൽ ദ ഡെമൺ ഓഫ് ദ നെയിം മധു. മധു കൈതവർമാരെ വധിച്ചുകൊണ്ട് മധുസൂദന എന്നുള്ള പേര് ഭഗവാന് കിട്ടി. His name is Govinda because he gives pleasure to the cows and the senses. ഗോവിന്ദ എന്നുള്ള പേര് എങ്ങനെ കിട്ടിയത്? അദ്ദേഹം പശുക്കൾക്കും ഇന്ദ്രിയങ്ങൾക്കും ആനന്ദം പകരുന്നതുകൊണ്ട് ഗോവിന്ദ എന്നുള്ള പേര്. ഹിസ് നെയിം ഈസ് വാസുദേവ ബിക്കോസ് ഹി അപ്പിയർഡ് ആസ് ദ സൺ ഓഫ് വസുദേവ. വാസുദേവ എന്നുള്ള പേരിന്റെ അർത്ഥം വസുദേവന്റെ മകൻ. പാണ്ഡവ എന്നുള്ള പേരിന്റെ അർത്ഥം പാണ്ഡുവിന്റെ മകൻ. ഹിസ് നെയിം ഈസ് ദേവകി നന്ദന, ദേവകിയുടെ മകൻ, because he accepted Devaki as his mother. His name is Yashoda Nandana because he awarded his childhood pastime to Yashoda at Vrindavana. His name is Parthasarathi because he worked as charioteer of his friends Arjuna. Similarly, his name is Rishikesha because he gave direction to Arjuna on the battlefield of Kurukshetra. ഭഗവാൻ ഒരുപാട് പേരുകൾ എങ്ങനെ വന്നിരിക്കുന്നത്? ഓരോ ലീലകളുടെ അടിസ്ഥാനത്തില് അതിനെ ആസ്പദമാക്കിയിട്ട് ഭഗവാന് ഗോവിന്ദ, മധുസൂദന, യശോദനന്ദന, നന്ദനന്ദന, വസുദേവ നന്ദന, ദേവകി നന്ദന, ഋഷികേശ, അങ്ങനെ പല പേരുകളിലും ഭഗവാനെ അറിയപ്പെടുന്നു. ഭഗവാൻ അതാണ് ആഗ്രഹിക്കുന്നത്. തൻ്റെ ലീലകളെ സംബന്ധിച്ചിട്ടുള്ള പേര് കൊണ്ട് അഡ്രസ് ചെയ്യുന്നതാണ് ഭഗവാൻ ആഗ്രഹിക്കുന്നത്. ഭഗവാനെ പരമാത്മാവ്, അന്തർയാമി ഒക്കെ അങ്ങനെയൊന്നും അഡ്രസ് ചെയ്യുന്നത് ഇഷ്ടമല്ല. ദാമോദരൻ, ഗോവിന്ദൻ, ഗോപിജനവല്ലഭ, ഗോപിനാഥ്, ഇതൊക്കെ ഭഗവാൻ ഇഷ്ടം. മറ്റതൊക്കെ അത് രണ്ട് തരത്തിലുള്ള പേരുണ്ട്. ഒന്ന് മുഖ്യനാം, പിന്നെ ഗൗണനാം. മുഖ്യനാം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഓരോ ലീലയെ സംബന്ധിച്ചിട്ടുള്ള പേരുകൾ. ദാമോദര ഭഗവാൻ എന്നുള്ളത് ദാമോദര ലീലയെ ആസ്പദമാക്കിയിട്ടുള്ള പേരാണ്. ഗോവിന്ദൻ നമ്മൾ പറഞ്ഞു, സെൻസസിനും പശുക്കൾക്കും ആനന്ദം വരുന്നത്. അപ്പൊ അങ്ങനെയുള്ള പേരുകളാണ്, അങ്ങനെ സംബോധന ചെയ്യുന്നതാണ് ഭഗവാൻ ഇഷ്ടം. പരമാത്മാവ്, അതിനൊരു ഇന്റിമസി ഇല്ല. അന്തർയാമി, അതിനൊരു ഇന്റിമസി ഇല്ല. അല്ലെ, നമ്മളിപ്പോ പറയുന്നില്ലേ ഇംഗ്ലീഷില് ഒരു പേര് പറഞ്ഞ, ഫോർ എക്സാമ്പിൾ രമേശ്, ഹി. ഓക്കെ, രമേഷിനെ രമേഷ്, രാമു എന്നൊക്കെ വിളിക്കുമ്പോ വളരെ ഒരു ഇന്റിമസി ഉണ്ട്. അതിന് പകരം വെൻ വി അഡ്രസ് ഹിം ആസ് ഹി ഓർ ഷീ, അവിടെ ഒരു ഇന്റിമസി ഇല്ല. ഇപ്പൊ സെക്കൻഡറി നെയിമാണ് ഗൗണനാം. മുഖ്യനാം എന്ന് പറഞ്ഞാൽ ഇങ്ങനത്തെ പേരുകളാണ്. സോ അർജുന is referred to as Dhananjaya in this verse because he helped his elder brother in fetching wealth when it was required by the king to make expenditures for different sacrifices. രാജസൂയ യജ്ഞത്തില് ധർമ്മപുത്രർക്ക് ഒരുപാട് വെൽത്ത്, പണത്തിന്റെ ആവശ്യം വരുന്നു. അപ്പൊ അർജുനാണ് ഇതെല്ലാം ശേഖരിക്കാൻ വേണ്ടി പോയത്. അപ്പൊ അതുകൊണ്ട് അർജുനെ ധനഞ്ജയ എന്നുള്ള പേര് കിട്ടി, ധനം ആർജിക്കുന്നവൻ. സിമിലർലി ഭീമ ഈസ് നോൺ ആസ് വൃക്കോദര. എന്താണ് വൃക്കോദര എന്ന് പറഞ്ഞാൽ? he could eat as voraciously as he could perform Herculean tasks such as killing the demon Hidimba. ഒരു പണന ഈസ് എ വൊറേഷ്യസ് ഈറ്റർ ആണ്, അതുകൊണ്ടാണ് വൃക്കോദര എന്നുള്ള പേര് വരുന്നത്. So the particular types of conch shell blown by the different personalities on the side of the Pandavas
beginning with the lords, were all very encouraging to the fighting soldiers. On the other side, there was no such credits, nor the presence of Lord Krishna, the supreme director, nor that of the goddess of fortune. So they were predestined to lose the battle. And that was the message announced by the sounds of the conch. ഇപ്പൊ എന്ത് മെസ്സേജാണ് ഇവരുടെ ശംഖുനാഥം കൊണ്ട് ഉദ്ദേശിച്ചത്? ഈ സൈഡിൽ കൃഷ്ണ ശ്രീകൃഷ്ണ ഭഗവാനുണ്ട്, ഗോഡസ് ഓഫ് ഫോർച്യൂൺ ഉണ്ട്, എല്ലാ മൈറ്റി വാരിയേഴ്സ് ഉണ്ട്. ആൻഡ് കുരുക്ഷേത്ര എന്നുള്ള ധർമ്മക്ഷേത്രം ഫേവറബിളി ധർമ്മം ഫോളോ ചെയ്യുന്ന ആൾക്കാരെ ഇൻഫ്ലുവൻസ് ചെയ്യും. അവർ ധർമ്മിഷ്ഠരാണ്. ഇതെല്ലാം കൊണ്ടും തീർച്ചയായിട്ടും ഇവർക്ക് പാണ്ഡവന്മാർക്കാണ് ജയം എന്ന് എസ്പെഷ്യലി ഈ ശംഖുനാഥം മുഴക്കി, അതും ട്രാൻസെൻഡന്റൽ സൗണ്ട് വൈബ്രേഷൻ ആണ്. അതുകൊണ്ട് ഉറപ്പിക്കാം ഇവിടെ പാണ്ഡവന്മാർക്കാണ് വിജയം എന്നുള്ളത് അവര് വളരെ അടിവര ഇട്ടിട്ട് പറയാണ്. സോ നമ്മളിപ്പോ നാല് മുതൽക്ക് 15 ശ്ലോകം വരെ എടുത്തു. ഓക്കെ, ഇതിൽ അധികം കാര്യമായിട്ട് എക്സ്പ്ലനേഷൻ ഒന്നും ഇല്ല, അതുകൊണ്ടാണ് കുറച്ച് ഫാസ്റ്റ് ആയിട്ട് പോയത്. യുദ്ധത്തിന്റെ ആ ഒരു ഫോർമേഷനെ പറ്റിയിട്ടുള്ള ഒരു ഇതാണ്. പക്ഷെ എങ്കിലും ചില പോയിന്റ്സ് ഒക്കെ വളരെ റെലവെന്റ് ആണ്, നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. അപ്പോൾ അടുത്ത ക്ലാസ്സുകൾക്ക് 16 തുടങ്ങണം അല്ലേ? ഞാനിവിടെ ഷെയർ ചെയ്യാം. എന്തെങ്കിലും സംശയങ്ങളോ കമന്റ്സോ ചോദ്യങ്ങളുണ്ടെങ്കിൽ നമുക്ക് കുറച്ചു നേരം ഡിസ്കസ് ചെയ്യാം, എന്നിട്ട് കൺക്ലൂഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഞാൻ റെക്കോർഡിംഗ് സ്റ്റോപ്പ് ചെയ്യട്ടെ. വാഞ്ച കൽപ്പതരുഭ്യശ്ച കൃപാ സിന്ധുഭ്യവ ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. अनंत कोटि वैष्णव की जय, श्रील प्रभुपाद की जय, गुरु महाराज की जय, गो प्रेम।